വേദനയുണ്ട് ശരീരം മുഴുവൻ. എങ്കിലും ഞാൻ പ്രസംഗിക്കാൻ കാണണമെന്നറിയോ, ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക? ആണോ? അല്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ എന്തിനാ ഇത് എനിക്ക് തന്നേ? സത്യം പറഞ്ഞ ആരാധനയുടെ മണിക്കൂറിൽ ഞാനിങ്ങനെ കരയാ, എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരാ. സൗഖ്യം ഉണ്ടായില്ല. പക്ഷെ കരയണ സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ മന്ത്രിക്കണ പോലെ എനിക്ക് തോന്നാ, പൊന്നുമോനെ ജിനുവേ, നിനക്ക് ഈ വേദനയുള്ളതുകൊണ്ടല്ലടാ നീ ഇതുപോലെ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണേ. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത് ഞാൻ നിർത്തി പോവാം. കാരണം എൻ്റെ 2 മുട്ടിനെ കാക്കാത്തൊരു ദൈവത്തെ എനിക്കെന്തിനാ? ശരിയല്ലേ? അതെ, എൻ്റെ 2 മുട്ട് കാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം? പ്രാർത്ഥിക്കുന്ന എൻ്റെ, വചനം വായിക്കുന്ന എൻ്റെ, ബൈബിൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനിരിക്കുന്നു ദൈവം? ഞാൻ ചിന്തിച്ചു അങ്ങനെയൊക്കെ. ദൈവമേ, കടബാധ്യത ഒരു 10 ലക്ഷം 15 ലക്ഷം തന്നതിന് ഹല്ലേലൂയ. ക്യാൻസർ രോഗപീഠകൾ തന്നതിന് ദൈവമേ ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സ്വർഗീയ അപ്പച്ച, ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചതിനും അനുഗ്രഹിച്ചതിനും ഒക്കെ നന്ദി പറയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, സങ്കടങ്ങളുണ്ട്, പലതരത്തിലുള്ള നൊമ്പരങ്ങളുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ ഞങ്ങളെ കാക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രതിസന്ധികളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇവരുടെ സങ്കടങ്ങളും വേദനകളും ആകുലതകളും ജീവിത ക്ലേശങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, ആരുമില്ലാത്തവനെ പോലെ തേങ്ങി തേങ്ങി കരയുമ്പോൾ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ, ദൈവമേ ഇവരെ ആശ്വസിപ്പിക്കാൻ, ഇവരെ ചേർത്ത് പിടിക്കാൻ, ഇവരുടെ ജീവിതത്തെയും ഇവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കാൻ അങ്ങ് കടന്നു വരണമേ. പ്രതിസന്ധികൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ, സങ്കടങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ അപരിമേയമായ കൃപ ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ. ജീവിതത്തിൽ ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നും ജീവിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാത്തു സൂക്ഷിക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. എനിക്കും വളരെ സന്തോഷമാണ് കേട്ടോ, ഈ കട്ടിലപ്പൂവത്ത് വരാൻ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണുമായിരിക്കും എൻ്റെ മുഖത്തൊക്കെ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇവിടെ വരുമ്പോൾ സാധാരണ ഇവിടെ വരുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് എന്തോ ഒരാഴ്ച മുമ്പേ തന്നു കേട്ടോ, ഒരുങ്ങി പ്രാർത്ഥിക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് മുമ്പ് എന്തെങ്കിലും ഒരു മുറിവ് എനിക്ക് തരും കേട്ടോ. സാധാരണ ചെറിയ ചെറിയ മുറിവുകളെ തരാറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇച്ചിരി കൂടിയ സാധനം തന്ന കഴിഞ്ഞ ആഴ്ച. അപ്പം അതുകൊണ്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കിയാൽ കണ്ണ് ഈ സൈഡൊക്കെ ഇത്രയും ദിവസം ഇവിടെ ചുവപ്പായിരുന്നു, ഇങ്ങനെ കട്ട ചുവപ്പായിരുന്നു മുഖത്തേറിയ കേട്ടോ. കൈയുടെ ഇവിടെയൊക്കെ മേത്തേറിയൊക്കെ ഇതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചതവാണ്, എല്ലാ സൈഡും ചതഞ്ഞ് കിടക്കുക കേട്ടോ. പേടിക്കണ്ട, ഐം ഓക്കെ. ഞാൻ ഈ മുറിവ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നിർബന്ധമുണ്ട്, കട്ടിലപ്പൂവത്ത് തന്നെ പോയി പ്രസംഗിക്കണം. കാരണം മുറിവുകൾ വെച്ചുകൊണ്ട് ഇവിടെ വന്നാലാണ് ഒരു ശരിയാവുള്ളൂ കേട്ടോ. ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു ഇവിടെ വരാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത്. പ്രത്യേകിച്ച് ജീസച്ചനോടുള്ള സ്നേഹമാണ് എന്നെ ഇവിടെ വരുത്തുന്നത് കേട്ടോ. എനിക്കറിയാം നല്ല ദൂരമുണ്ട്. ഞാനിപ്പോൾ കോട്ടയത്തു നിന്ന് തന്നെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് എന്തൊക്കെയായാലും ഇവിടെ പോയേ പറ്റൂ. കാരണം എനിക്ക് തോന്നുന്നു അച്ഛന് ഈ വർഷം കൂടി ഇവിടെ ഉള്ളൂ അല്ലേ? നിങ്ങൾ വിടത്തില്ലേ? വിടുന്നുണ്ടോ വിടത്തില്ല? ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ,
എന്തെങ്കിലും ആകട്ടെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വികാരച്ചനും കൊച്ചച്ചനൊക്കെ ഈ വർഷം കൂടി തീരാണെന്ന് തോന്നുന്നു. തീരാണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാറാണെന്ന് തോന്നുന്നു. ഇടവകപ്പെട്ടക്കാർ ഇവിടെ ഉണ്ട്. അവരുടെ സ്നേഹ സാന്നിധ്യം ഞാൻ ഓർക്കുന്നു. 2 അച്ഛന്മാരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പിന്നെയും ഇവിടെ വരണമെന്ന് തോന്നുക. ആക്സിഡൻറ്റ് നടന്നത് പറയാം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഇടവകയിൽ യൂണിറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ റോട്ടിൽ ഒരു ചേട്ടൻ ബൈക്ക് വട്ടിട്ടിട്ടുണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയൊരു വഴിയാണ്. അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് വരുന്നുകൊണ്ടിരിക്കേണ്ട. അപ്പം ഞാൻ യൂണിറ്റ് മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഉടുപ്പിലാണ് വരിക. അപ്പം ഞാൻ ഉടുപ്പിൽ നല്ല മഴയുണ്ട്, നിറച്ച് ചെളി വെച്ചെടുക്കുക. അപ്പോൾ വട്ടം ഇട്ടിട്ട് പുള്ളി കോട്ടിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കടയിലേക്ക് നോക്കി. ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ലൈറ്റ് ഫ്ലിക്കർ ചെയ്ത് കാണിച്ചു കൊടുത്തു. പുള്ളി മാറുന്നില്ല. വട്ടം ഇട്ടിട്ട് നമ്മുടെ ചേട്ടന്മാരങ്ങനെയാണല്ലോ, മാറത്തില്ല. പുള്ളി വട്ടം ഇട്ടിട്ട് എന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി മാറുന്നുണ്ടാവില്ലായിരിക്കും, അന്ന് ഈ സൈഡിൽ കൂടെ പോയേക്കാം എല്ലോ കർത്താവേന്ന് വിചാരിച്ചുകൊണ്ട് ഈ സൈഡിൽ കൂടെ, ഈ കടയുടെ സൈഡിൽ കൂടെ ഞാൻ മാറിയതാണ്. അവിടെയാണെങ്കിൽ നിറച്ച് ചെളി. ഞങ്ങളുടെ സൈഡ്, ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഒക്കെ സൈഡ് ഓടപണി തീർന്നുകൊണ്ട് സ്ലാവും ഈ മണലും ഒക്കെ നിറഞ്ഞു കിടക്കുക, മെറ്റലൊക്കെ ആയിട്ട്. ഞാൻ ആ സൈഡിലേക്ക് തിരിഞ്ഞ വഴി പുള്ളി എന്നെ കണ്ട മാത്രമേ തന്നെ പുള്ളി എൻ്റെ സൈഡിലേക്ക് ഒറ്റ തിരിയില്. ഞാൻ ഇടിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണ്. ബ്രേക്ക് ചവിട്ടിയ വഴി സാധാരണ ഇത്രയും പൊക്കമുള്ളതുകൊണ്ട് കാല് കുത്താൻ പറ്റും. പക്ഷേ ഇത് കാല് കുത്താൻ പറ്റിയില്ല. ലോക്കായിപ്പോയി. എൻ്റെ മടങ്ങി കാലിൻ്റെ അകത്ത് കയറിപ്പോയി. കാല് കുത്താൻ പറ്റാണ്ട് മുട്ട കുത്തിയത് ചെളിയിലേക്കായിപ്പോയി. നേരെ ചെളിയിൽ നിന്ന് മെറ്റൽ കിടക്കുന്നിടത്തേക്ക് കൈ കുത്തി വഴി ഇതിൻ്റെ അകത്തുനിന്ന് 2 മെറ്റൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എടുത്തു. നല്ല കാര്യമായിട്ട് തോന്നി. അതാണ് ആ മുറിവ് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൈ തരാൻ വരുമ്പോൾ ഞാനിങ്ങനെ മാറ്റി കൈ തരില്ല എന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് 2 മെറ്റൽ അവിടെ നിന്ന് എടുത്തു. ആ മെറ്റൽ കുത്തിയ വേദന കൊണ്ട് നേരെ വീണത് തല പോയി ആ ചെളിയിലേക്ക് പോയേ. അപ്പോൾ ഇവിടെ മുഴുവൻ മണ്ണായിരുന്നു. കണ്ണിൽ നിന്ന് ഒത്തിരി മണ്ണെടുക്കേണ്ടി വന്നു കേട്ടോ. ഇഷ്ടം പോലെ മണ്ണിറക്കലായിരുന്നു കണ്ണിൽ നിന്ന്. എനിക്കവിടെ ഒരു പാലേറ്റീവ് കെയർ ഉള്ളതുകൊണ്ട് അവിടേക്ക് പോയി. അവിടെ നിന്ന് കണ്ണിൽ നിന്ന് കുറേ മണ്ണ് കളയേണ്ടി വന്നു. അപ്പം ഞാൻ മണ്ണ് അവിടെ കളഞ്ഞ് 2-3 ദിവസം അവിടെ കിടന്നു. കാരണം മേല് മുഴുവൻ ചതവാണ്. ഇവിടെ ഈ സൈഡ് മുഴുവൻ ചതഞ്ഞിട്ടുണ്ട്, ചോരപ്പാടാണ് ഇവിടെ മൊത്തം. പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇന്ന് വന്ന് നമ്മുടെ LF ഹോസ്പിറ്റലിൽ വന്ന് കണ്ണ് കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു വന്ന കട്ടിലെ പോകത്തേക്ക് വന്നേക്കാം. ഇന്നിപ്പോൾ ഇവിടെ കണ്ണ് കാണിച്ച് ഞാൻ ഉച്ചയ്ക്ക് എത്തിയതാണ്. കണ്ണവിടെ കാണിച്ചു, ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് ഇത് നടന്ന സംഭവം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ദൈവത്തിന് നന്ദി പറയുക കേട്ടോ. ഭയങ്കരമായിട്ട് ദൈവത്തിന് നന്ദി പറയുക. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ചിന്തിച്ചു, ദൈവമേ, അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണപ്പോൾ ചിന്തിച്ചു, ദൈവമേ എന്തുകൊണ്ട് എന്നെ വീഴ്ത്തിയെന്നല്ല ചിന്തിച്ചേ. ഞാൻ ചിന്തിച്ചതെന്നറിയോ? ഞാൻ ലോഹയിൽ നിറച്ച് ചെളി, ചുറ്റും നല്ല മഴ, ചെളിയിൽ എൻ്റെ ലോഹം നനഞ്ഞ് ചെളി മുഴുവനായിട്ട് നിങ്ങൾക്കറിയാലോ വെളുത്ത ലോഹയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ലോഹയിൽ ചെളിയായിട്ട് ഞാൻ നിന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്നെ അറിയാവുന്നവരാരും എൻ്റെ ചുറ്റിനില്ല. ആരും എന്നെ ആശുപത്രി കൊണ്ടുപോകും. അതാണ് എൻ്റെ ആദ്യത്തെ ചിന്ത. ഒരാൾ വേണ്ട ആശുപത്രി കൊണ്ടുപോകാൻ. എന്നെ അറിയാവുന്നവരാരില്ല. അവിടെ ഒക്കെ ഹൈന്ദവ സഹോദരന്മാരാ. ഞങ്ങളുടെ നാട് ഒത്തിരി ഹൈന്ദവരുള്ളവരാ. അപ്പോൾ എന്നെ അറിയാവുന്നവരാരില്ല, ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ എന്നെ ആരും ആശുപത്രി കൊണ്ടുപോകും. അതാണ് ഏറ്റവും വലിയ ചിന്ത. നിറച്ച് ചെളി, ലോഹം നനഞ്ഞിരിക്കണു. എല്ലാവരും നനഞ്ഞ ഡ്രസ്സിൽ അടുത്തിരിക്കാൻ ശ്രമിക്കില്ല. എനിക്ക് അറിയാവുന്നവരാരുമില്ല. എൻ്റെ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറയാൻ എനിക്ക് പറ്റത്തില്ല. ഉള്ള എല്ലാവരും ഹൈന്ദവരാണ്. ഞാനിങ്ങനെ വീണ വഴി എഴുന്നേറ്റ് നിന്നു. അവിടെ നിന്ന് 2-3 ചേട്ടന്മാർ ഓടിയെത്തിയപ്പോഴേക്കും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലെ ചിന്ത ആരെന്നെ ആശുപത്രി കൊണ്ടുപോകുന്നുള്ളതാണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യം അറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടന്മാർ എനിക്ക് ആ ബൈക്കൊന്ന് പൊക്കിയെടുത്ത് തന്നാൽ ഞാൻ പൊക്കോളാം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനിപ്പോൾ പോണ്ട. അവർക്ക് മനസ്സിലായി അച്ഛനെ വീണേക്കണേ. കാരണം നിറച്ച് ചെളിയാണെങ്കിലും കാവി ഡ്രസ്സായി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനിപ്പോൾ പോണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനിപ്പോൾ പോണ്ട, ഞങ്ങൾ വണ്ടി എത്തിച്ചോളാം, അച്ഛൻ ഞങ്ങളുടെ വണ്ടി കയറ്. ഞാൻ പറഞ്ഞു, ചേട്ടനേതാ? അതിപ്പോൾ അച്ഛനറിയണതിന് ചേട്ടൻ വണ്ടി കയറ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടനറിയാമല്ലോ, അച്ഛൻ വണ്ടി കയറ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ നിറച്ച് ചെളിയായിട്ടിരിക്കുക. ചേട്ടന് മേത്ത് ചേട്ടന് വെള്ള ഡ്രസ്സിലാണ് വന്നേക്കണേ. ആ പുള്ളി എങ്ങാണ്ട് അമ്പലത്തിൽ എന്തോ ആവശ്യത്തിന് വന്നതാ, ചേച്ചീനെയും കൊണ്ട് വന്നതാ. ചേച്ചീനെ അവിടെ ഇറക്കിയിട്ട് ചേച്ചിയോട് പറഞ്ഞു അവിടെ നിന്നോളാൻ പറഞ്ഞു. ആ വെള്ള ഡ്രസ്സിൽ പുള്ളി എന്നെ കയറ്റി. ഞാൻ ഈ പുള്ളിനെ അറിയാൻ പാടില്ല. ഞാൻ എന്നിട്ട് വണ്ടി കയറി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛനെന്താ സൈഡ് ചെരിഞ്ഞിരിക്കണേ, കവച്ചിരിക്കി. ഞാൻ പറഞ്ഞു, അത് വേണ്ട ചേട്ടാ, ചേട്ടനെ മുട്ടിയ വെള്ള ഡ്രസ്സ് ഓൾറെഡി ചെളിയാവും.
അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ അത് കുഴപ്പമില്ല, ചെളിയല്ലേ, കഴുകിക്കളയാം, അച്ഛൻ കയറ്. ഞാൻ എന്നിട്ട് കവച്ചിരുന്നു. ഞാൻ എന്നിട്ട് ഈ വണ്ടിയിലിരുന്നിട്ട് എന്നോട് സംസാരിക്കുന്നില്ല കേട്ടോ. ഞാൻ ആ വഴിക്കൂടെ മുഴുവൻ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിറച്ച് ചെളിയാ, ഇനി ആശുപത്രി കൊണ്ടുപോയി അവർ കുളിപ്പിക്കും, അതിനേക്കാലം നേരം ഞാൻ തന്നെ കുളിച്ചോളാം. അപ്പം അതുകൊണ്ട് എന്നെ പള്ളിമേടയിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അല്ല അച്ഛാ എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ചേട്ടൻ പള്ളിമേടയിൽ കൊണ്ടുപോകും. ചേട്ടൻ പള്ളിമേടയിലേക്ക് കൊണ്ടുപോയി എന്നെ. അപ്പം ഞാൻ ഈ വീണ വഴിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം ഉണ്ട് കേട്ടോ, 91-ാം സങ്കീർത്തനം. നിങ്ങൾക്കറിയാം ആ സങ്കീർത്തനം. ഞാൻ വീണ വഴിക്ക് വണ്ടിയിലിരുന്ന് ചെല്ലുന്നത്, എനിക്ക് ഈ ചേട്ടനോട് സംസാരിക്കാനൊന്നും പറ്റണില്ല. കാരണം ഇവിടെ നിറച്ച് ചെളിയാണ്, കണ്ണൊക്കെ നിറച്ച് ചെളി ആയതുകൊണ്ട് കണ്ണ് തുറക്കാനും പറ്റണില്ല. മേത്ത് നിറയെ ചെളി ആയതുകൊണ്ട് മിണ്ടാനും ഒരു സുഖമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 91-ാം സങ്കീർത്തനം ചെല്ലാം. ഏതാ സങ്കീർത്തനം? അത്യുന്നതൻ്റെ, ഞങ്ങളുടെ ഇച്ചിരി വ്യത്യാസമുണ്ട്, ഞാൻ POC ബൈബിളാണ് പറയാ. നിങ്ങളൊന്ന് ചെല്ലിയേ. അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നേരിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ. എന്നിട്ട് കുടുകൂടാന്ന് ഉച്ചത്തി ചെല്ലി, എല്ലാവർക്കും അറിയാലോ, ഉച്ചത്തി ചെല്ലേ. അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ നേരിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ. ഒരു മിനിറ്റ്, ആർക്കെങ്കിലും 91-ാം സങ്കീർത്തനം കാണപ്പെടറിയോ? ചേച്ചിക്ക് അറിയോ? ചേച്ചി കണ്ട് പുറത്തു പോയിരിക്കുക, ഇങ്ങോട്ട് വാ. പിള്ളേരുള്ളതുകൊണ്ടാണോ? ആർക്കാ 91-ാം സങ്കീർത്തനം കാണപ്പെടറിയണേ? കാണപ്പെടറിയുന്ന ആർക്കാ? ഒരിടത്തിന് അറിയാൻ പാടില്ലേ? അറിയോ? സ്റ്റാൻഡപ്പ്. ഒരാൾ ഇങ്ങോട്ട് വാ, മുമ്പിലിരിക്കണ ചേച്ചി ഇങ്ങോട്ട് വാ. ആ 91-ാം സങ്കീർത്തനം എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാണാം. ചേച്ചി തന്നെ. ഞാൻ മുമ്പിലിരിക്കുന്ന ആൾ വരാൻ പറഞ്ഞാൽ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് വാ. ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയല്ല, സഹോദരി കേട്ടോ. സഹോദരിയുടെ പേരെന്നാ? അവിടെ വന്നിട്ട് പറയാമെന്നോ? ഓ എൻ്റെ കർത്താവ് പിടിച്ചാലും വലിയ തളയിൽ. ആ വാ. പ്രീത. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീറി മാർക്കുകയും ചെയ്യുന്ന അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീറി പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്റെ വേട്ടക്കാരൻ്റെ കഴിയിൽ നിന്നും നാശകരമായി മഹാമായിരുന്നു വിടിയിക്കും. തൻ്റെ തൂലിൽ കൊണ്ട് അവൻ നിന്നെ മറിക്കും, അവൻ ചിറയിൽ നിന്ന് ശരണം പ്രാപിക്കും. അനുവിശ്വസ്തർക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. എങ്കിലും മതി, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, നല്ലൊരു ഐഡിയ കൊടുത്തേ. നിങ്ങൾ ഈ സങ്കീർത്തനം ഒന്ന് കാണാപ്പാടം പഠിക്കണത് നല്ലതാ കേട്ടോ. സങ്കീർത്തനം കൈയടിക്കാനല്ല, സങ്കീർത്തനം കാണാപ്പാടം പഠിക്കണത് നല്ലതാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചൊല്ലുന്നൊരു സങ്കീർത്തനം എല്ലാ ദിവസവും എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും ഇത് ചൊല്ലി കിടന്നോളണം. കാരണം എപ്പോഴാണ് നമുക്കൊരു സങ്കടം തന്നെ, എപ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെ എന്ന് അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും ചൊല്ലുന്നൊരു സങ്കീർത്തനമാണ്. ഞാൻ എന്നിട്ട് ഈ വണ്ടിയിലിരുന്ന് മുഴുവൻ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക. പള്ളി എത്തിയപ്പോൾ എൻ്റെ അടുത്ത ആകുലത തുടങ്ങി. കർത്താവേ, ഞാനൊരു 7:30 മണിക്ക് നല്ല മഴ, പള്ളിയിൽ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ ഒറ്റത്തടികളാണല്ലോ തന്നെ ജീവിക്കണേ. അപ്പം പള്ളിമേടയിൽ ആരും ഉണ്ടാവത്തില്ല, കാരണം കപ്പ്യാർ 8 മണി അടിക്കാനേ വരുള്ളൂ. ഞാനാണെങ്കിൽ 7:30 പള്ളിയിൽ ചെല്ലണേ. അവിടെ ആരുമില്ല എന്നെ കൊണ്ടുപോകാൻ, ആശുപത്രി കൊണ്ടുപോകാൻ. ഈ ചേട്ടനോട് പറയാൻ പറ്റുമോ, ചേട്ടാ വെയിറ്റ് ചെയ്യ്, എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഞാൻ പള്ളി ചെല്ലണവരെ ചിന്തിക്കുക, ദൈവമേ എന്നെ ആര് ഇനി ആശുപത്രി കൊണ്ടുപോകും, അതാണ് അർത്ഥചിന്ത. പക്ഷേ ഞാൻ പള്ളിയിലേക്ക് ചെന്ന വഴിക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ പള്ളിമുറ്റത്ത് നിറച്ച ആൾക്കാർ. ഞാൻ വിചാരിച്ചു, ഇവരെന്തിനും ഇവിടെ വന്നേക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു ചിന്തിക്കുന്ന കാര്യം, കപ്പ്യാർ 8 മണിക്കേ വരുള്ളൂ, ഞാൻ ആരെന്നെ ആശുപത്രി കൊണ്ടുപോകും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കപ്പ്യാർ അല്ല, എൻ്റെ കൈക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ കൈക്കാരൻ പള്ളിമുറ്റത്ത് നിൽക്കണു. പള്ളിയിൽ കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ വന്നവർ പള്ളിമുറ്റത്ത് നിൽക്കണു. കാറായിട്ട് വന്നേക്കണേ, കാറായിട്ട് എന്നെ കൊണ്ടുപോകാൻ. ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ഈ കാറായിട്ട് ഇവിടെ എത്തി. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. സാധാരണ ഇപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനവിടെ ചോദിക്കാൻ പോയില്ല, ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചേ, നിങ്ങളെന്തിനാ കാറായിട്ട് വന്നേ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ മഴയല്ലേ അതുകൊണ്ട് വന്നതാ. അപ്പം ഞാൻ എന്നിട്ട് നേരെ വന്ന വഴി എൻ്റെ മേത്തെയും പാടുകളൊക്കെ കണ്ടുവച്ചപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടി ഓടിക്കൂടി, അച്ഛനെന്താ പറ്റിയേ? അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഒന്ന് കുളിച്ചിട്ട് പറ്റേ, നിങ്ങളെന്നെ ആശുപത്രി കൊണ്ടുപോകും. മറ്റേ ചേട്ടൻ പോയി, ഹൈന്ദവ സഹോദരൻ പോയി. ഞാൻ കുളിച്ചു, വേഗം പോയി കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, എൻ്റെ ഒരു കൈലിമുണ്ടും ഒരു ബനിയനിട്ടുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും കാറായിട്ട് എൻ്റെ ഇടവക ജനം ആശുപത്രി കൊണ്ടുപോവാ. നിറച്ച ആൾക്കാർ കൂടി.
ആശുപത്രി ചെന്നപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് നമ്മളെ നോക്കിയിരിക്കുക, നമ്മളെ വെച്ച് കെട്ടാനും കണ്ണിൽ വെള്ളമൊഴിക്കാനും. ഞാനിത് നിങ്ങളോട് എന്തിനാ പറഞ്ഞതെന്നറിയോ? എനിക്കൊരു വേദന വന്നപ്പോൾ, എനിക്കൊരു തടസ്സം ഉണ്ടായപ്പോൾ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല, ദൈവമേ എന്തുകൊണ്ട് എനിക്കിത് തന്നേ, ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ചിന്തിച്ചെന്നറിയോ, ഇതെങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഓർത്തൊക്കെ, എനിക്ക് ആ അപകടം പറ്റിയപ്പോഴും അതിനു മുമ്പേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. എല്ലാ കാര്യങ്ങളും, എനിക്ക് പോകാനുള്ള വഴി വരെ, എനിക്ക് പോകാനുള്ള വണ്ടി വരെ കൃത്യമായിട്ട് പള്ളിമുറ്റത്ത് എത്തിച്ചിരിക്കുക. ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞറിയോ? മക്കളെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ചിന്തിക്കരുത് ദൈവം എന്നെ കൈവിട്ടു. നെവർ തിങ്ക് ദാറ്റ്. ചിന്തിക്കുക, എനിക്ക് ഇത് തന്ന ദൈവം ഇതിനേക്കാളുമൊക്കെ അപ്പുറം അതിനുള്ള വഴിയും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. വലതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം ഭയങ്കരമായിട്ട് അനുഗ്രഹത്തോടെ ആസ്വദിച്ച ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ. വേദനയുണ്ട്, ശരീരം മുഴുവൻ വേദനയുണ്ട്, നല്ല ചതവുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുക, എൻ്റെ ദൈവം എന്നെ എത്രത്തോളം കരുതുന്നേ, എൻ്റെ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കണേ, എൻ്റെ ദൈവം എന്നെ എത്രത്തോളം കൊണ്ടു നടക്കണേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. 8 ദിവസം 8 അച്ഛന്മാർ വന്ന് പ്രസംഗിക്കും. ആദ്യത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയത് അതിൻ്റെ സഹനങ്ങൾ അല്ലേ? ആണോ? അതെ. നിങ്ങൾ എപ്പോഴെങ്കിലും പരിശുദ്ധ അമ്മേനെ തന്നെ ഇരുന്ന് ചിന്തിച്ചു നോക്ക്, അത് ജീവിതത്തിൽ ചിരിച്ചിട്ടുണ്ടാവില്ലെന്ന്. സന്തോഷത്തോടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങാൻ പറ്റുമോ? എൻ്റെ പൊന്നോ, കൊച്ചു ജനിക്കണവരെ പ്രശ്നം. കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടോ? അതുമില്ല. ഇനി വളരുമ്പോൾ സമാധാനം ഉണ്ടോ? അതുമില്ല. എല്ലാ നേരവും ടെൻഷൻ 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 ടെൻഷൻ. എല്ലാ നേരവും ഭയം. ദൈവമേ എന്താകും? അവസാനം വരെ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, തൻ്റെ മകൻ കുരിശിക്കിടക്കണ സമയം വരെ ആ അമ്മയ്ക്ക് സന്തോഷം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. ആ അമ്മയുടെ ജനനത്തിരുന്നാളാണ് ആരോ ആഘോഷിക്കുന്നത്? ആര്? നമ്മൾ. ഇപ്പം നമുക്കുണ്ടാവാം സന്തോഷം. പക്ഷെ നമ്മളെല്ലാവരും ഇത് സ്വീകരിക്കുമോ? ഒരു പ്രശ്നം വന്നാൽ ഇപ്പോഴുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ എന്ത് സങ്കടം വന്നാലും എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായി. സത്യം ഞാൻ പറയണേ, ഞാൻ ഇത്രയും വിഷമങ്ങൾ, സത്യം പറയാലോ, എനിക്ക് ഇത് വീണ് കഴിഞ്ഞപ്പോൾ എന്നോടല്ല എൻ്റെ കൂടെയുള്ള അച്ഛന്മാരും കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു, എടാ നീ പോണ്ട, നിൻ്റെ മുട്ടിന് നല്ല ഫ്രാക്ചർ ഉണ്ട്, എനിക്ക് എൻ്റെ കൈക്കൊക്കെ നല്ല വേദനയുണ്ട്, എന്ന് വെച്ചാൽ നല്ല ചതവായിട്ട് ഞാൻ ഇപ്പോഴും മരുന്ന് കഴിച്ചേക്കാം. അതേ തൊട്ട് മുമ്പ് വണ്ടി ഇറങ്ങിയപ്പോൾ മരുന്ന് കഴിച്ചിട്ട് ഞങ്ങോട്ട് പോന്നേ. ഞാൻ എന്തിനു പറഞ്ഞറിയോ? അപ്പോഴും എന്നോട് പറഞ്ഞു പോണ്ട. പക്ഷെ എൻ്റെ മനസ്സ് പറയാ പോണം, അവരോട് പറയണം. അതുകൊണ്ട് ഞാൻ വന്നേ. സത്യം പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഞാനിപ്പോൾ എൻ്റെ കോട്ടയത്ത് നിന്ന് വരുമ്പോൾ എനിക്കൊരു 3-3.5 മണിക്കൂർ, എങ്ങനെയും 4 മണിക്കൂർ ഇവിടെ വരെ ഉണ്ട്. 4 മണിക്കൂർ. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതേ ദിവസം ചാലിശ്ശേരി ചാലിശ്ശേരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്ക്, ഇത്രയും ബുദ്ധിമുട്ടിൽ എന്നോട് കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു അത് ക്യാൻസലായി, പരിപാടി ക്യാൻസലായി. ഞാൻ പെട്ടെന്ന് ഓർത്തത് ജിജു അച്ഛൻ്റെ മുഖം, കർത്താവേ അതെങ്ങനെ ക്യാൻസൽ ചെയ്താൽ പുള്ളി എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചിന്തിച്ച് വേണ്ട, കാരണം ജിജു എപ്പോഴും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുന്ന ഒരാൾ. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ ഇതുണ്ടായിപ്പോൾ അന്ന് പറഞ്ഞു വെച്ചാൽ എന്തൊക്കെയല്ല അച്ഛൻ വരണം കേട്ടോ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ. എന്നോട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചു തുടങ്ങിയ. എനിക്ക് അത്രയും വിശ്വാസമാണ് ജിജു അച്ഛനെ. അപ്പം എന്നോട് അത്രയും സ്നേഹം കാണിക്കുന്ന ഒരാളുടെ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. ഞാൻ കാര്യം പറയാം, എനിക്ക് സ്വസ്ഥതയോ അല്ലെങ്കിൽ ഉണർവോ ബുദ്ധിയോ ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടല്ല ഇരിക്കണേ. നല്ല വേദനയുണ്ട് ശരീരം മുഴുവൻ. എങ്കിലും ഞാൻ പ്രസംഗിക്കാൻ കാണണമെന്നറിയോ, ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓർക്കുക, നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക? ആണോ? അല്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ എന്തിനാ ഇത് എനിക്ക് തന്നേ?
ദൈവമേ എന്തിനാ ഈ രോഗം എനിക്ക് തന്നേ? ദൈവമേ എന്തിനാ എനിക്ക് ഈ വേദന തന്നേ? ദൈവമേ എന്തിനാ എനിക്ക് കടബാധ്യത തന്നേ? നമ്മൾ ആരെങ്കിലും പറയോ ദൈവത്തോട്, ദൈവമേ 10 ലക്ഷം കടം തന്നതിന് 1000 നന്ദി? പറയോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോട്ടെ ദൈവമേ ക്യാൻസർ തന്നതിന് നന്ദി? പറയോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോട്ടെ ഒരു ആക്സിഡൻ്റ് ആയപ്പോൾ ദൈവമേ നന്നായിട്ട് ഇടിപ്പിച്ചുല്ലോ, കൊള്ളാം, താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന് നന്ദി പറയാ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളില്ലേ, ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ല, ദുഃഖത്തിൻ്റെ പാനപാത്രം നിർത്ത്. ഈ ആണുങ്ങൾ പാട്, നിങ്ങളുടെ പാട്ടിനാണ് ശബ്ദം. നിങ്ങൾ പാടുമ്പോൾ കുറച്ചും കൂടി ഭംഗി. ഇവർ നന്നായിട്ട് പാടും, പക്ഷെ നിങ്ങളും കൂടി പാടിയ ആ പാട്ടിന് ഭംഗി കൂടും. കേട്ടോ? ബൈബിളിൽ വളരെ സുന്ദരമായൊരു വചനമുണ്ട്, ചെവിയുള്ളവൻ. കർത്താവ് എന്തിനാ അങ്ങനെ ഒരു വചനം പറഞ്ഞേ? എല്ലാത്തിനും ചെവിയുണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. പിന്നെ എന്തിനാ ദൈവം അങ്ങനെ ഒരു വചനം പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കേറാത്ത ചില ജന്മങ്ങൾ അന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെ പറഞ്ഞേക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞേക്കട്ടെ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കർത്താവ് പറയാ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഞാൻ ചിന്തിച്ചു, ദൈവമേ ചെവി എല്ലാവർക്കും ഉണ്ടില്ല, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞേ? സത്യമാണ്. എന്തോരം പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ നാട്ടിൽ വളരെ സുന്ദരമായൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല. വേറൊരെണ്ണം കൂടി ഉണ്ട്, 12 കൊല്ലം പട്ടിയുടെ പാല് എവിടെ ഇട്ടാലും, കുഴലിലിട്ടാലും കുഴൽ വലിച്ചൂരിയ പട്ടിയുടെ പാൽ എങ്ങനെ ഇരിക്കും? വളഞ്ഞിരിക്കും. കേട്ടോ? നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം അത് കേട്ടോ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ അല്ലേ. എന്തോരം ധ്യാനം കൂടിയിട്ട് എന്താ കാര്യം? കഴിഞ്ഞ വർഷത്തെ 8 ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും നന്നായോ? തേങ്ങ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ടോ. അച്ഛൻ പറഞ്ഞോ, അച്ഛൻ എന്തെങ്കിലും പറയും, ഞങ്ങൾ കേട്ടോളാം, കുറച്ച് നേരം ഇന്ന് കേൾക്കുക പോവാ. പക്ഷെ എന്തുണ്ടല്ലോ, ഇത് ജീവിതത്തിൽ ഇടയ്ക്ക് ഇനി ഈ പാട്ടെങ്കിലും വൃത്തിയായിട്ട് പാട്, അതെങ്കിലും വൃത്തിയായിട്ട് നിങ്ങൾ പാട് കേട്ടോ. ഈ പുരുഷന്മാർ, ഇത് സത്യം പറഞ്ഞാൽ കട്ടിലെ പോകത്തെ പുരുഷന്മാരൊക്കെ നല്ല പുരുഷന്മാരേട്ടോ. സാധാരണ ഞാൻ അന്ന് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാധാരണ പുരുഷന്മാരിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുക എന്ന് പറയുന്നത്, അച്ഛന്മാർ 2 പ്രാവശ്യം തള്ളിയിട്ടാണെങ്കിലും നിങ്ങൾ വന്നിരുന്നല്ലോ. പക്ഷേ സാധാരണ അങ്ങനെ കാണാത്ത ജന്മങ്ങളാണ് നിങ്ങൾ കേട്ടോ. പക്ഷേ കട്ടിലെ പോകത്തെ പുരുഷന്മാർ സൂപ്പർ പുരുഷന്മാരാണ് കേട്ടോ, സൂപ്പറാ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം അറിയോ, നിങ്ങൾ ആ പാട്ടും കൂടി പാടിയാൽ എനിക്ക് സന്തോഷമാവും. നിങ്ങളിങ്ങനെ ഏറുപിടുത്തൊക്കെ അതിങ്ങനെ ചത്തുപോവും. ഞാൻ കാര്യമായിട്ട് പറയാം, ചത്തുപോവും കേട്ടോ. ഇങ്ങനെ ഏറുപിടിച്ച നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആർക്കാ തന്നെ? പുരുഷന്മാർക്കാ. എന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, പറയത്തില്ല, ഇതിങ്ങനെ ഏറ് പിടിച്ച് ജീവിക്കും. ഏറ് പിടിച്ച് ചത്തുപോവും. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ചിരിക്കി, വല്ലപ്പോഴൊക്കെ കരയി, വല്ലപ്പോഴൊക്കെ വർത്താനൊക്കെ പറയും. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാട് കേട്ടോ. ഈ ഏറ്റവും കുറവ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ആർക്കാ? സ്ത്രീകൾക്കാണ്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചുണ്ടോ? ഇവർ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും കുറ്റം പറഞ്ഞു നടക്കണോണ്ട് ജന്മത്ത് ഈ ഹാർട്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നൊരു സ്ത്രീ മരിച്ചു എന്ന് കേട്ടണ്ടോ? ഞാൻ വളരെ റയറായിട്ട് അത് കേട്ടിട്ട് പോലില്ല. ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞേട്ടോ, നോട്ട് നെഗറ്റീവ്, ഓൺലി പോസിറ്റീവ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ സങ്കടം പറഞ്ഞ് തീർക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതാണെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും, അവിടെ നിന്ന് കിട്ടിയതാണെങ്കിൽ പിള്ളേരുടെ മേത്ത് തീർക്കും, പിള്ളേരുടെ നിന്ന് കിട്ടിയതാണെങ്കിൽ കെട്ടിയവൻ്റെ അടുത്ത് തീർക്കും. ഇവരെവിടെ പോയി തീർക്കും? തീർക്കാൻ സ്ഥലമില്ലാണ്ട് നിങ്ങൾ അറ്റാക്ക് വന്ന് ചത്തുപോവും. അതുകൊണ്ട് ഈ പാട്ടൊന്ന് പാട്, നമുക്ക് ഒന്നിച്ചൊന്ന് പാടാം. ദുഃഖത്തിൻ്റെ പാനപാത്രം നിർത്ത്. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ അല്ലേ? അടുത്ത വരി അറിയോ? ആ പാട്. ഓ
അടുത്ത കാര്യം തൊട്ടാ, ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ എന്നെ അവനടിച്ചാലും മതി. വരികളൊക്കെ പാട്ട് സൂപ്പർ കേട്ടോ. മറ്റേ ആദ്യത്തെ വരി നോക്കി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ച് പറയോ 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 പറയോന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കേ. ദൈവമേ, കടബാധ്യത ഒരു 10 ലക്ഷം 15 ലക്ഷം തന്നതിന് ഹല്ലേലൂയ. ക്യാൻസർ രോഗപീഠകൾ തന്നതിന് ദൈവമേ ഹല്ലേലൂയ. പറയോ? ഹോയ് പറയോ? പിന്നെന്തിനാ പാടിയേ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ? നമ്മൾ പലപ്പോഴും നമ്മുടെ പാട്ടുകളൊക്കെ അങ്ങനെ തന്നെയാ, എല്ലാ കാര്യങ്ങളും അല്ലേ. എത്ര സഹനം നിന്നാലും ദൈവത്തിന് ഹല്ലേലൂയ പറയോ? നമ്മൾ പറയില്ല, ജീവിതത്തിൽ പറയില്ല, ഒരിക്കലും പറയില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണ ദൈവമേ തരലേ 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 തരലേ. പക്ഷെ പരിശുദ്ധമ്മ പ്രാർത്ഥിച്ചെന്നറിയോ? ഇതാ കർത്താവിൻ്റെ ദാസി താ താ താ. നമ്മൾ പറയാ തരലേ തരലേ തരലേ. അമ്മ പ്രാർത്ഥിക്കുക താ താ താ. അത്താന്ന് പറഞ്ഞവളുടെ തിരുനാള കൊണ്ടാടാൻ പോണേ, തരില്ല എന്ന് പറഞ്ഞവര്. എന്തൊരു വലിയ വിരോധാഭാസം ചിന്തിച്ചു നോക്കിയേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാം തിരുവചനം ഒന്ന് പെട്ടെന്ന് എടുക്കണേ. എന്റെ മുത്തോടിരിപ്പുണ്ടല്ലോ, കുറുക്കാണ്ട് ഒച്ചത്തി വായിക്കി. ഉച്ചത്തി വായിച്ചോ? നിങ്ങളും എന്റെ നാമനിമിത്തം സർവ്വരാലും ദ്വേഷിക്കപ്പെടും. സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അടുത്ത വചനാട്ടോ കേക്കണ്ടേ. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ജീവിക്കും. ഞങ്ങളുടെ POC ബൈബിളിൽ പറയുന്നത് രക്ഷ പ്രാപിക്കുന്ന. അപ്പൊ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് എന്ത് പെടുള്ളൂ? രക്ഷിക്കപ്പെടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവം സഹനങ്ങളും വേദനകളും കുരിശുകളും ആക്സിഡന്റുകളൊക്കെ തരുന്ന എന്തിനാ പറ രക്ഷ പ്രാപിക്കാം. പരിശുദ്ധമ്മ ജീവിതത്തിൽ ഇത് മുഴുവൻ സഹിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ സഹിച്ചാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുള്ളൂ. പക്ഷെ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത അതെയാന്നേ. നമുക്ക് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം തിരുവചനം ഒന്നെടുത്തേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം തിരുവചനം ഒന്നെടുത്തേ. തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തവൻ, സ്വന്തം കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാത്തവൻ എനിക്ക് യോജിച്ചവനല്ല. അപ്പൊ കുരിശ് വേണോ? ഉത്തരം പറ. തേങ്ങപ്പൂള് പോലെ ഇരിക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കി ഉത്തരം പറ. കുരിശ് വേണോ? കേട്ടില്ല. വേണം. തന്നാ സ്വീകരിക്കോ? സ്വീകരിക്കുന്നു പറഞ്ഞ 2 ജന്മങ്ങളെ കാണിച്ചെന്നോ? വന്നേ ഇങ്ങോട്ട് വാ. എടാ നീയും വാ. നീ ഇങ്ങോട്ട് വാ. അവനെ വിളിച്ചോ? വാ. പുള്ളി വരില്ല, പുള്ളിക്ക് ഇതുപോലും സ്വീകരിക്കാൻ പറ്റണില്ല. നീ ഇങ്ങോട്ട് വന്നേ, എൻ്റെ മുത്തങ്ങോട്ട് വാ. പക്ഷെ ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവൻ പറയാ അവൻ കുരിശുകൾ തന്നാ സ്വീകരിക്കോ? എടാ അവിടെ നിന്ന് ഇവിടം വരെ ഉള്ള നേരം കൊണ്ട് നീ 1 മിനിറ്റിന് പ്ലേറ്റ് മാറ്റിയില്ലടാ.
നീ എന്നോട് ഇപ്പം പറഞ്ഞത്, നീ എന്നോട് നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ സ്വീകരിക്കുന്നല്ലേ പറഞ്ഞേ? ആ, ഇപ്പം നീ എന്താ പറഞ്ഞേ? അല്ല വേണ്ട. പക്ഷെ അവനത് നല്ല മനസ്സുണ്ടല്ലോ, അവൻ എനിക്കിഷ്ടം. പേരെന്നാടാ? പേരെന്നാ? അർണോൺ പി അനൂപ്. എന്താന്ന്? അർണോൺ പി അനൂപ്. അപ്പനെ വിട്, നിന്റെ പേര് മാത്രം പറ. അർണോൺ. 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 അപ്പൻ്റെ പേര് തൊട്ടാ? അനൂപ്. അനൂപ്. ഓ, അർണോൺ നല്ല പേരാട്ടോ, സൂപ്പർ കേട്ടോ. ഇവൻ്റെ തന്തയുണ്ടോ? ഇവന് തന്ത വന്നിട്ടുണ്ടോ? ഇവൻ്റെ അപ്പൻ ഇല്ല. പക്ഷെ ഇവൻ നല്ല മോനാട്ടോ. ഇവൻ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് അവൻ പറഞ്ഞല്ലോ ഞാൻ സ്വീകരിക്കുമെന്ന്. നീ വലുതാകുമ്പോൾ കാണാം. പൊക്കാ. ഇത് നിന്റെ അനിയനാണോ? ആ, പറ്റിയതാ. ചേട്ടനും അനിയനും സഹനങ്ങൾ മുഴുവൻ സ്വീകരിക്കാൻ നടക്കാം കേട്ടോ. ഈ ഇടവകയിലെ കട്ടിലെ പോകത്ത് സഹനങ്ങൾ സ്വീകരിക്കുന്ന ആകെ 2 കുട്ടികളുള്ളൂ. ഇവർക്ക് നല്ല കൈഡി കൊടുത്തേ. പൊക്കോ. അവനവരെ സ്വീകരിക്കുമെന്ന് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായില്ല ഈ ചെറിയ പ്രായത്തിൽ. വലുതാകുമ്പോൾ അതൊക്കെ പോവും. പക്ഷെ നിങ്ങളെന്തിനു ചിരിച്ചേ? നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മൾ ആരും സ്വീകരിക്കത്തില്ല. പക്ഷെ നമ്മൾ പാട്ടുകളൊക്കെ പാടും. അതെ, നമ്മൾ പാടുന്നത് വേറെ പാട്ടില്ലേ? എന്നെ കുരിശോളം വലുതാക്കണേ. അടുത്ത വരി, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഓ, എന്നാ പാട്ട്. വേറൊരു പാട്ടുണ്ടല്ലോ, എൻ്റെ കർത്താവ് അത് പോയി, കയ്യിൽ നിന്ന് പോയി. അത് ഏത്? കുരിശുകൾ തന്ന ദൈവത്തിന് നന്ദിയാണ്, അങ്ങനൊരു പാട്ടില്ലേ? ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പാടിയാനത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഈ തല പോയി ഇടിച്ചക്കണോണ്ടേ എവിടെയൊക്കെയോ പോയി കിടക്കുക. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞാ എവിടെയൊക്കെയോ പോയി. സത്യം പറയാട്ടോ നിങ്ങളോട്, അവിടെ ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാരും പറഞ്ഞതറിയോ, ഒരു കുറച്ചും കൂടി മാറിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രേ പറ്റി. ഇവിടെയൊക്കെ ചുമന്ന് കിടക്കുക. ഇത് ഇങ്ങനെ അതായത് 2-3 ദിവസം കൊണ്ടോ. കുറച്ചും കൂടി ഒന്ന് പോയിരുന്നെങ്കിൽ തല പോയി ഇടിച്ചേനെ. ഒന്നാമത് മുടിയില്ല, ഇടിച്ചു കഴിഞ്ഞാൽ അപ്പം പൊളിയും. അത് പേട്ടത്തലയാ. പേട്ടത്തലയാണ്, പെട്ടത്തലയുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്ന വഴികളാണ്. ഞാൻ പറഞ്ഞതറിയോ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ദൈവമേ തീർന്നു. നോ നോ, ഒരിക്കലും ചിന്തിക്കരുത്. അതിനേക്കാളും ഒക്കെ അപ്പുറം ദൈവം ഒരു വഴി കാണിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും ചിന്തിച്ചോളണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ തീരാനുള്ളതല്ല നമ്മുടെ ലൈഫ്. കേട്ടോ കേട്ടോ, വരും, ഉണ്ടാവും. ഞാൻ ചിന്തിക്കുന്നറിയോ, എനിക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ. അടുത്ത വർഷം ഇതിനേക്കാളും വലുത് എന്തോ വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. തീർന്നിട്ടില്ല. അടുത്ത വർഷം ഓരോ പ്രാവശ്യം കട്ടിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് മുട്ടി. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മിറർ പോയി. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വന്ന അച്ഛൻ പോയി. ഞാൻ പറഞ്ഞതെന്നറിയോ, ഈയിടെ ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കുക. ഗ്രേഡ് കൂടാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 5ാം ക്ലാസ്സിൽ ജയിക്കുന്ന കൊച്ച് എത്രാം ക്ലാസ്സിലേക്കാണ് പോണേ? 6ാം ക്ലാസ്സാ. 5ാം ക്ലാസ്സിലെ പരീക്ഷയാണ് എളുപ്പം, 6ാം ക്ലാസ്സിലെ പരീക്ഷയാണ് എളുപ്പം? 6ാം ക്ലാസ്സിലാണോ? 5ാം ക്ലാസ്സിലെ പരീക്ഷ ചെയ്യുമ്പോൾ കൊച്ചു ചിന്തിക്കും, ദൈവമേ 5 പാസ്സായി, രക്ഷപ്പെട്ടോ വന്നുള്ളൂ. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് തന്നെയാ. വന്നുള്ളൂ, കിടക്കണുള്ളൂ, തീർന്നിട്ടില്ല, ദേ തുടങ്ങിയിട്ടുള്ളൂ. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ നൊമ്പരങ്ങൾ ഇങ്ങനെ ഏറി വരുമ്പോൾ സങ്കടങ്ങൾ വർദ്ധിക്കുമെന്ന് നീ ചിന്തിച്ചു കൊള്ളാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവമുണ്ട്. ആ ദൈവം എന്നെ നോക്കിക്കോളും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നമുക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മുടെ ജീവിതത്തിലൊരു ക്യാൻസർ വന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ബുദ്ധിമുട്ട് വന്നു, പറ്റുമോ? ദൈവമേ ഇത് ഞാൻ പരിഹരിക്കും, പറ്റുമോ? നമുക്ക് പറ്റില്ല ഇതൊന്നും. ഞാൻ വേദന കൊണ്ട് ചിന്തിച്ച് ദൈവമേ കർത്താവിൻ്റെ സംരക്ഷണം ചെല്ലിപ്പോൾ ആര് എന്നെ ആശുപത്രി കൊണ്ടുപോകും? ഞാൻ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ചുറ്റും നിൽക്കുക, നമ്മളെ സംരക്ഷിക്കാൻ നിൽക്കുക. ഞാൻ ആശുപത്രി ചെന്നപ്പോൾ ചിന്തിച്ചു, 7:30, 7:45 മണിക്ക് ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിൽ ഒരു സിസ്റ്റർ ഉണ്ടാവാറില്ല. അവർ അവിടെ ഹൗസിൽ പോവും, ആരും ഉണ്ടാവാറില്ല.
ഇവരൊക്കെ എങ്ങനെ 7:45 മണിക്ക് ഈ പാലിയേറ്റീവ് കെയറിൽ വന്നേ? ഞാൻ ചിന്തിച്ചു, ദൈവം ഇത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ? എനിക്ക് ആക്സിഡൻറ്റ് വന്നപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ എല്ലാ കാര്യങ്ങളും. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് തന്നെയാ, നിന്റെ ജീവിതത്തിൽ ദുരിതം ഉണ്ടാവാം, വേദന ഉണ്ടാവാം, രോഗം ഉണ്ടാവാം, തകർച്ച ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, മക്കളെ ഓർത്ത് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ടാവാം. പക്ഷെ നീ ഓർത്തോ, നിന്നെ സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, കൊണ്ടു നടക്കുന്നവൻ, ജീവിതത്തിൽ ഇത്രത്തോളം ആക്കിയ നിന്റെ ദൈവം സർവശക്തനാ. വളരെ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സുന്ദരമായി വേറൊരു വചനമുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. ഒന്നെടുത്തേ, മത്തായി 16:24. പിന്നെ യേശു തന്റെ ശിഷ്യരോട്, എന്റെ പിന്നാലെ വരുവാൻ ഉച്ചത്തി വായിച്ചടി. എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചോ. എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് പറയാ. എന്റെ പിന്നാലെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുരിശെടുത്ത് എന്റെ പിന്നാലെ വന്നോന്ന്. അപ്പൊ കർത്താവിന്റെ, നമ്മളൊക്കെ ആരാ? ക്രിസ്ത്യാനിയാ. ക്രിസ്തുവിന്റെ എന്നിട്ട് ചുരുച്ചത്തി പറഞ്ഞേ, അനുയായി എന്ന് വെച്ചാൽ പിന്നാലെ നടക്കണവൻ. ഒന്നിടാ വാ. ഞാനിങ്ങനെ പോകുമ്പോ ഇങ്ങനെ കൊണ്ടുപോണതാ എന്ന് വെച്ചാൽ ക്രിസ്തു ഞാനാണെങ്കിൽ എൻ്റെ പിന്നാലെ നിന്ന് സഹിക്കേണ്ടവനാ. പക്ഷെ നമ്മളിങ്ങനെ നടക്കോ? അടുത്ത ടീം വന്നിട്ട്, ഇവിടുത്തെ പിള്ളേര് കൊള്ളാം കേട്ടോ. പൊക്കോ, അറിഞ്ഞോട് പൊക്കോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ നടക്കത്തില്ല. പ്രശ്നം വരുമ്പോൾ നടക്കത്തില്ല, സങ്കടം വരുമ്പോൾ നടക്കത്തില്ല. നമ്മൾ ചിന്തിക്കും, ദൈവമേ ഇത് തരല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു പെയിൻ വരാ, കൈക്കൊരു പെയിൻ വരാ, ഇച്ചിരി വേദന വരാ, ഇച്ചിരി സങ്കടം വരാ, ഒരു മുറിവ് പറ്റി, നമ്മൾ അപ്പോഴേക്കും മരുന്നെടുക്കണോട്ടോ. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. സഹിക്കാൻ പറ്റുമോ? ചെറിയൊരു പെയിൻ സഹിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മൾ പറയാ, കുരിശുകൾ എടുക്കാൻ റെഡിയാ, സഹനങ്ങൾ എടുക്കാൻ റെഡിയാ, ബുദ്ധിമുട്ടുകൾ എടുക്കാൻ റെഡിയാ. ഒരിക്കലും എൻ്റെ ജീവിതത്തിലൊരു സംഭവമുണ്ട് കേട്ടോ. ഒരു സംഭവമുണ്ട്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അച്ഛൻ്റെ 2 തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞതാ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നൊരു, ഞാൻ ദൈവത്തിൽ ഒത്തിരി ശരണപ്പെട്ടൊരു സംഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എപ്പോഴാണെന്നറിയോ? ഞാൻ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്ന സമയമാണ്. ഡീക്കൻ മിനിസ്ട്രി എന്ന് വെച്ചാൽ അച്ഛനാകുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് ഞങ്ങളുടെ ഡീക്കന്മാരെന്ന് പറയുക. ഞങ്ങൾക്ക് 12 വർഷം പഠിക്കണം അച്ഛനാകണമെങ്കിൽ. അപ്പോൾ ഡീക്കനായിട്ടാണ് 1 വർഷം മിനിസ്ട്രി ചെയ്യുമ്പോഴാണ് അച്ഛനായിട്ട് ഉയർത്തുക ഞങ്ങൾ ഡീക്കനായിരിക്കുന്ന സമയത്താണ് എൻ്റെ വലത് കാലിന്, എൻ്റെ ഇടത്തെ കാലിന് ഫ്രാക്ചർ സംഭവിക്കണേ. അപ്പോൾ വലത് കാലിനും സർജറി വേണം. വലത് കാലിന് സർജറി കഴിഞ്ഞു, ഇടത്തെ കാലിന് സർജറി വേണം. ഞങ്ങൾക്ക് പോട്ട അറിയില്ലേ? പോട്ട ധ്യാനകേന്ദ്രത്തിൽ ഇംഗ്ലീഷ് റിട്രീറ്റാണ്, ഡീക്കന്മാരുടെ റിട്രീറ്റ്, അച്ഛനാകാൻ പഠിക്കുന്നവരുടെ റിട്രീറ്റാണ്. 1000കണക്കിന് അച്ഛൻകുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നിക്ക, ദൈവമേ ഈ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കണില്ല. കാരണം എൻ്റെ 2 കാലിനും, ഒരു കാലിന് സർജറി തന്നു, ഒരു കാലിന് സർജറി തന്നിരിക്കുക. എത്രത്തോളം ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട്, ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട്, ഇത്രത്തോളം ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് എൻ്റെ ദൈവം എൻ്റെ 2 മുട്ടും കളഞ്ഞു. ആ ദൈവത്തെ എനിക്ക് വേണ്ട. ഞാൻ ഡീക്കൻ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് നടക്കുന്ന സംഭവമാണിത് കേട്ടോ. ഞാൻ ചിന്തിച്ചു, ദൈവം എനിക്ക് നിന്നെ വേണ്ട. കാരണം ഇത്രത്തോളം നൊമ്പരം നീ എനിക്ക് എന്തിനാ തന്നേ? ഞാൻ നിന്റെ വഴിക്ക് പിന്നാലെ നടന്നല്ലേ, ഒരച്ഛനാകാനല്ലേ പിന്നാലെ വന്നേ, പ്രാർത്ഥിക്കാനല്ലേ പിന്നാലെ വന്നേ, നിന്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലേ ഞാൻ വന്നേ. എന്നിട്ട് എന്തിയെ നീ എനിക്ക് ഈ വേദന തന്നേ? എൻ്റെ ചിന്തതാ. എന്തിനാ എനിക്ക് അസുഖം തന്നേ? എൻ്റെ ചിന്തതാ. ബാക്കിയുള്ള ഒറ്റ അച്ഛന്മാർ കുട്ടികൾക്കൊരു കുഴപ്പമില്ല, എൻ്റെ മുട്ട് മാത്രം വേദനിക്കുക. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇത് ഞാൻ നിർത്തി പോവാം. കാരണം എൻ്റെ 2 മുട്ടിനെ കാക്കാത്തൊരു ദൈവത്തെ എനിക്കെന്തിനാ? ശരിയല്ലേ? അതെ, എൻ്റെ 2 മുട്ട് കാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവം?
പ്രാർത്ഥിക്കുന്ന എൻ്റെ, വചനം വായിക്കുന്ന എൻ്റെ, ബൈബിൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനിരിക്കും ദൈവം? ഞാൻ ചിന്തിച്ചു അങ്ങനെയൊക്കെ. ഞങ്ങൾക്ക് ഈ ആരാധന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആരാധന നിങ്ങൾ കേട്ടുണ്ടോ? ആരാധന ഈ ദിവികാരനൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് ഞങ്ങൾക്കൊരു ആരാധനയുണ്ട്. ഞാൻ ഇന്നും ഓർക്കും ഞങ്ങളവിടെ ധ്യാനം ഇംഗ്ലീഷിലെ റിട്രീറ്റ് നടക്കണേ. ഞാൻ ധ്യാനത്തിൻ്റെ ഇടയിൽ അഗസ്റ്റിൻ വലുരാനച്ചനെ ധ്യാനിപ്പിക്കാൻ വന്നേക്കണേ, ആരാധന നടത്താൻ വന്നേക്കണേ. അഗസ്റ്റിൻ വലുരാനച്ചൻ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ വിളിച്ചു. അപ്പം ഞാൻ ഏറ്റവും പിന്നിൽ നിൽക്കാട്ടെ, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കരങ്ങൾ ഉയർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ കൈകെട്ടിക്ക എനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ കാൽമുട്ടകളെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു ദൈവത്തെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വിളിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് എന്താ കാര്യം? വാചകം വായിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ ചിന്ത അങ്ങനെയാ. ഞാൻ ഏറ്റവും പിന്നില്, ഏറ്റവും ആരും കാണാത്ത ഏറ്റവും പിന്നില്. അച്ഛൻ മുട്ടുകുത്താൻ പറയണോ, ഞാൻ മുട്ടുകുത്തുന്നില്ല. അച്ഛൻ കരങ്ങൾ ഉയർത്താൻ പറയുന്നു, ഞാൻ ഉയർത്തുന്നില്ല. ഹാലലിയ പറയാൻ പറയുന്നു, ഞാൻ ഹാലലിയ പറയുന്നില്ല. ഞാൻ കൈകെട്ടി ആരാധനയുടെ മണിക്കൂറിൽ ഇങ്ങനെ നിൽക്കുക. അഗസ്റ്റിൻ അച്ഛൻ വിളിച്ചു പറയാ, അഗസ്റ്റിൻ വലുരാനച്ഛൻ അവിടെ വിളിച്ചു പറയാ, ഏതോ ഒരു മകൻ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചിന്തിച്ചു അതിനെയല്ല, വേറെ വലിയവരായിരിക്കും. കൈകെട്ടിന്നു. അടുത്തത് അച്ഛൻ ആരാധനയുടെ സമയത്ത് പിന്നെയും വിളിച്ചു പറഞ്ഞു, ആ മകനോട് ഒരു മകൻ കൈകൾ ഉയർത്താതെ അവിടെ മൗനമായി നിൽക്കുന്നു. അവൻ്റെ വിശ്വാസത്തെ ദൈവം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിച്ചു എന്നെയല്ല, നമ്മളെ തൊട്ടണമെങ്കിൽ മുട്ടി തുറണം. അവിടെ അത്ഭുതം ഇല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളോ, എൻ്റെ മുട്ടിന് അത്ഭുതം വേണം. ഞാൻ വിചാരിച്ചു എന്നെയല്ല. അടുത്തത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആ മകനോട് ദൈവം ശക്തമായി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ജന്മം ഉണ്ടെങ്കിൽ വലുരാനച്ച കൈ ഞാൻ പൊക്കത്തില്ല, ജന്മത്ത് പൊക്കത്തില്ല. ജീവനുണ്ടെങ്കിൽ പൊക്കത്തില്ല. കാരണം എൻ്റെ മുട്ടിനെ സുഖപ്പെടുത്താതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവസാനം അത് അഗസ്റ്റിൻ അച്ഛൻ വിളിച്ചു പറയാ, ആ മകനെ ദൈവം ഈ നിമിഷം തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമേ ഇനി എന്നെയാണോ? ഇപ്പം എൻ്റെ കാലൊക്കെ ഞാൻ നിൽക്കുക, തൊട്ട് നോക്കുക, എവിടെയായിരിക്കും ഇനി ഏത് കാലിനാ സുഖപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്നെയാണാവോ? എവിടെ? ജന്മത്തെ തൊടണില്ല, ആരും തൊടണില്ല. അയൽവക്കത്ത് നിൽക്കണ ആരെങ്കിലും തൊട്ടാലും മതിയായിരുന്നു. ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് വിശ്വാസം തന്നില്ല. അഗസ്റ്റിനാച്ചൻ വിളിച്ചു പറയാ, ആ മകനോട് ദൈവം പറയാ, 2 കരങ്ങൾ ഉയർത്തി വിളിക്ക്, ആ മകനെ ദൈവം സുഖപ്പെടുത്തും. ഞാൻ വിചാരിച്ചു, ദൈവം ഇനി പൊക്കിയ സുഖം കിട്ടോ? അല്ല അത്ഭുതം കിട്ടിയാലോ? ഞാൻ അറിയാണ്ടെങ്ങനെ പൊക്കിപ്പോയി. മറ്റൊരു പണ്ടെങ്ങനെ സിനിമയിൽ പറഞ്ഞ പോലെ അവിടെ എങ്ങനെ ഇനി ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ? അല്ലേ? ചിന്തിച്ചാലോ? അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം ഇനി പൊക്കിയാൽ ചിലപ്പോൾ അനുഗ്രഹം കിട്ടിയാലോ? ഞാൻ മനസ്സോടെ 2 കരങ്ങളും പൊക്കാം. എന്നിട്ട് അപ്പം തന്നെ അച്ഛൻ വിളിച്ചു പറയാ, ആ മകൻ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കാൻ ദൈവം ആവശ്യപ്പെടുക. സത്യം പറഞ്ഞാൽ ഞാൻ കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിക്കുക. എനിക്ക് അത്ഭുതം വേണം, എൻ്റെ കാലുകളെ സുഖപ്പെടണം. ഞാൻ അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി 2 കരങ്ങൾ ഉയർത്തി വിളിക്കുക, ദൈവമേ. സത്യം പറഞ്ഞ ആരാധന മണിക്കൂറിൽ ഞാനിങ്ങനെ കരയാ, എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരാ. സൗഖ്യം ഉണ്ടായില്ല. പക്ഷെ കരയണ സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ മന്ത്രിക്കണ പോലെ എനിക്ക് തോന്നാ, പൊന്നുമോനെ ജിനുവേ, നിനക്ക് ഈ വേദനയുള്ളതുകൊണ്ടല്ലടാ നീ ഇതുപോലെ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയണേ. പൊന്നുമോനെ ജിനുവേ, നിനക്ക് മറ്റുള്ളവരെ പോലെ മുട്ടുകുത്താൻ പറ്റാഞ്ഞിട്ടല്ലടാ നീ ഇതുപോലെ എൻ്റെ മുമ്പിൽ നിലവിളിക്കണേ. എൻ്റെ മനസ്സിൽ ആരോ പറയാ, പൊന്നുമോനെ ജിനുവേ, ഞാൻ നിന്നെ സ്നേഹിക്കണ്ടാ. അന്ന് എൻ്റെ 2 കരങ്ങളും പൊന്തി, എൻ്റെ കണ്ണ് നിറഞ്ഞു, എൻ്റെ ചങ്ക് പൊട്ടി, എൻ്റെ ദൈവത്തെ വിളിച്ചു. പക്ഷെ എൻ്റെ കാല് സുഖപ്പെട്ടില്ല. പക്ഷെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന തമ്പുരാന് എൻ്റെ ഒടിഞ്ഞ കാലും മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാമെന്ന്. ആ കാല് വെച്ച ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് ഞാൻ ഇന്നും പ്രസംഗിക്കാൻ പോണേ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ പോണേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നിന്നെ ഇത്രത്തോളം എത്തിച്ച തമ്പുരാന് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിനറിയാം. വളരെ ഉയർത്തിപ്പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ ക്യാൻസർ, എൻ്റെ അപ്പനോട് എൻ്റെ ഡോക്ടർ പറഞ്ഞെന്നറിയോ, ആമാശയ ക്യാൻസറാ. നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് ഡോക്ടർമാരോട് പോയി അന്വേഷിച്ചോ, ആമാശയ ക്യാൻസർ വന്ന രോഗി പെട്ടെന്ന് മരിക്കും, പെട്ടെന്ന് മരിക്കും. കാരണം ആ ക്യാൻസർ അത്ര ഡേഞ്ചറാണ്, പെട്ടെന്ന് മരിക്കും. അധികം നാൾ ആ മനുഷ്യൻ ജീവിക്കില്ല. എൻ്റെ അപ്പനാണെങ്കിൽ 4th സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കിട്ടണേ. ആ സാധനത്തെ കിട്ടി, അല്ല എൻ്റെ അപ്പനെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർക്കണം, തുന്നിക്കെട്ടി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ പറഞ്ഞു, പൊന്നുമോനെ ജിനുവേ, എടാ 1 വർഷം ജീവിക്കുള്ളൂ അച്ഛാ, ജിനു അച്ഛാ 1 വർഷം അപ്പൻ ജീവിക്കുള്ളൂ. ലോകം മുഴുവൻ പറഞ്ഞു, വൈദ്യശാസ്ത്രം പറഞ്ഞു അധിക നാൾ പോകത്തില്ല, 35 കീമോ എടുത്തതാ, ഇനി അധിക നാൾ അപ്പൻ ജീവിക്കത്തില്ല, മരിക്കും 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 മരിക്കും. 11 വർഷമായി ആ സാധനം പോയിട്ടില്ല. ലോകം മുഴുവൻ പറഞ്ഞു ചിപ്പ ചാവും. ഞാൻ തന്നെ എൻ്റെ തന്തയോട് പറഞ്ഞു, പോണില്ലേ. നിങ്ങൾ ചിന്തിച്ചോക്കെ, എടവൈ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ ചിന്തിക്കും തീർന്നു. എടാ, നിന്റെ തീർന്ന കാലിനെ കൊണ്ട് നടത്തിക്കാൻ ദൈവത്തിനറിയാം. നിന്റെ കൈ മുറിയുമ്പോഴും നിന്റെ വേദന ഉണ്ടാകുമ്പോഴും നിന്റെ ചങ്ക് പിടയുമ്പോഴും നീ ചിന്തിക്ക്, നിന്റെ കുറവിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. കേട്ടോ കേട്ടോ ചെവിയുള്ളവൻ ചെവി ഉണ്ടാ? കേട്ടോ? കേറിയോ? ഇല്ല. പൗലോസ്ലീഹായുടെ കർത്താവ് പറഞ്ഞ വളരെ സുന്ദരമായൊരു ഡയലോഗുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി ജീവിക്കാൻ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചിന്തിക്കില്ലേ, പോയി ഇല്ലെന്നേ, നീ തോറ്റോടത്തെ വിജയിപ്പിക്കാൻ ദൈവത്തിനറിയാന്ന്. നീ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കി. പഴയ നിയമത്തിലൊരു ഒരു പ്രവാചകനുണ്ട്. പഴയ നിയമത്തില് അന്ന് അവൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടുമുട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സാമ്രാജ്യത്തിൻ്റെ മുമ്പിൽ അവൻ തന്നേക്ക് പോയി സിംഗിൾ ഹാൻഡ് അവൻ തന്നെ പോയിട്ട് പറഞ്ഞു, ആ രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ ഇടത്തോടു കൂടെ പോയിട്ട് പറഞ്ഞു. അവൻ അടിമുടി വറയ്ക്കണവനാ, പേടിച്ച് തൂറി ഓടി ഒളിക്കണവനാ. അവൻ പോയിട്ട് രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ചുറ്റും കിങ്കരമാർ നിൽക്കുമ്പോൾ, പടയാളികൾ നിൽക്കുമ്പോൾ അവൻ ഒറ്റ ഡയലോഗ് കാച്ചി. പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവൻ പറഞ്ഞ ഡയലോഗ് എന്നറിയോ? ഞാൻ പറയാതെ ഇനി ഇവിടെ മഴ പെയ്യില്ല, ഞാൻ പറയാതെ ഇനി ഇവിടെ മഞ്ഞ പൊഴിയില്ല. ആരാ തേങ്ങ പോലെ ഇരിക്കാതെ പറ. ആ ഏലിയ. നിങ്ങൾ ചിന്തിക്കണം, പേടിത്തൂറൻ ഒന്നുമില്ല അവൻ്റെ കയ്യില്, ആയുധങ്ങളില്ല, വേണ്ടത്ര മഹിമകളില്ല, തോറ്റവനാ, ജീവിതത്തിൽ പേടിച്ചോടിയവനാ. പക്ഷെ അവൻ പോയിട്ട് അവൻ കണ്ട രാജാവിൻ്റെ മുമ്പില്, അന്ന് രാജ്യം വന്നിരുന്ന രാജാവിൻ്റെ മുമ്പില്, സാമ്രാജ്യത്തിൻ്റെ മുമ്പില് ആയിരക്കണക്കിന് കിങ്കരന്മാർ ചുറ്റും നിൽക്കുന്ന, രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്നതിനിടയിൽ അവൻ പോയി പറഞ്ഞു ഒറ്റ ഡയലോഗാ, ഞാൻ പറയാതെ ഇനി ഇവിടെ മഴ പെയ്യില്ലട്ടാ. എന്നാ കോൺഫിഡൻസ് ആണെന്ന് ചിന്തിച്ചു നോക്കിയേ, എന്നാ കോൺഫിഡൻസ് അവൻ്റെ തന്നയ്ക്ക് നിന്ന് പോയി അവൻ പറഞ്ഞു എന്നുള്ളതാ. എന്തായിരുന്നു അവൻ്റെ കോൺഫിഡൻസ്? ഞാൻ പറയും അക്കുരിശി കിടക്കണ തമ്പരാനായിരുന്നു അവൻ്റെ കോൺഫിഡൻസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, ജീവിതം ഇങ്ങനെ വാഴിമുട്ടി നിൽക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒത്തിരി സങ്കടപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ ഇങ്ങനെ ഏറി വരുമ്പോൾ നീ ചിന്തിക്കണം, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ദൈവം, ആ ദൈവം എന്നെ നോക്കിക്കോളും. താങ്ക് യു അച്ഛാ. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിൽ എൻ്റെ ദൈവം എന്നെ കാത്തോളും, അത് വിശ്വസിക്ക്. കേട്ടോ? അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ തീർന്നു, ചത്താതി, കഴിഞ്ഞു, അങ്ങനെ ചിന്തിക്കല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിച്ചോ, ആത്മഹത്യകൾ ചെയ്യുന്നത് ആരുടെ ഇടയിലാണെന്നറിയോ? നമ്മുടെ ഇടയിലാ, ക്രിസ്ത്യാനികളുടെ ഇടയിലാ ഏറ്റവും കൂടുതൽ ആത്മഹത്യ. പക്ഷെ നമ്മളെല്ലാവരും വിളിക്കുന്നത് പ്രത്യാശയുടെ മക്കളാ. ആണോ? ഞാനൊന്നും പറയണില്ല. പ്രത്യാശയുടെ മക്കള്
ഒരു പ്രശ്നം വരുമ്പോഴേക്കും കരഞ്ഞു തുടങ്ങും. ഞാൻ പറയും ക്രിസ്ത്യാനിയാണെങ്കിൽ കരയാൻ പാടില്ല, കരയാൻ പാടില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ പരിചയിച്ചൊരു വീഡിയോ ഉണ്ട്. ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു അമ്മയുടെ വീഡിയോയാ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു ശവമഞ്ചത്തിൻ്റെ തൊട്ടടുത്തിൽ നിന്ന് നാട്ടുകാരും വീട്ടുകാരും നിലവിളിച്ച് കരയുമ്പോൾ ഒരമ്മ മൈക്കെടുത്ത് പ്രസംഗിക്കുക. ഒരമ്മ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ വീഡിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു വീഡിയോയാ. കാണണം പോയി. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ആ തള്ളയ്ക്ക് പൂരവട്ട്. അല്ലെങ്കിൽ ഒരു തള്ള സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ കരയാതിരിക്കുമോ? പറ, കരയാതിരിക്കുമോ? ഇല്ല. ഞാൻ നോക്കുമ്പോൾ ഈ അമ്മ, ഈ തള്ള, ഈ സ്വന്തം മകൻ 25 വയസ്സിലാട്ടോ മരിക്കണേ. 25 വയസ്സിൽ സ്വന്തം മകൻ മരിച്ചവിടെ കിടക്കുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും ഒത്തിരി കരയുമ്പോൾ അവൻ അടുത്താറയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ചെറുക്കനാ. അവിടെ വികാരിയച്ഛൻ വരെ നിലവിളിക്കുമ്പോൾ ഒരമ്മ, സ്വന്തം അമ്മ, ഇടത്തെ കയ്യിൽ മൈക്കെടുത്ത് വലത്തെ കൈ തൻ്റെ ജീവച്ഛവമായിട്ട് കിടക്കുന്ന സ്വന്തം മകൻ്റെ ജീവശരീരത്തിൽ, ആ ശരീരത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ആ അമ്മ പ്രസംഗിക്കുക, നിങ്ങളാരും എൻ്റെ മോനെയോർത്ത് കരയരുത്. ഞാൻ ചിന്തിച്ച്, ഈ തള്ളെന്നിട്ട് ഈ പറയണേ, സാധാരണ മരിച്ചു വീട്ടിൽ പോയി കരയണ്ടേ? ഈ അമ്മ പറയാ കരയരുത്, കരയരുത്. എന്നിട്ട് ഈ അമ്മ പറഞ്ഞ വളരെ സുന്ദരമായൊരു കോട്ടിംഗ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ ചെല്ലരുത്. ചെല്ലിയേ, സ്വർഗസ്ഥനായ മനുഷ്യൻ മുഴുവൻ ചതഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാണ്ട് വന്ന് ഇതുപോലെ പ്രസംഗിച്ചിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ചെല്ലിയതങ്ങൾ കണ്ടില്ലേ? കണ്ണിച്ചോറയില്ലാത്തങ്ങൾ. ഇന്ന് ഉച്ചത്തിൽ ചെല്ല്, സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ നിറത്ത് തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ നിങ്ങൾ സമ്മതിക്കോ? ഇല്ല. താങ്ക് യു. തിരുവിഷ്ടം നിന്റെ ജീവിതത്തിൽ ഒരു രോഗമാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കോ? ദൈവമേ താങ്ക് യു പറയോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പ്രാർത്ഥന ഒരു കാര്യമില്ല. നമുക്ക് ഈ അധരവ്യായാമം മാത്രമേ ഉള്ളൂ, ജീവിതത്തിലില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞു വെച്ച പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥാണെന്ന്. അപ്പൊ നിങ്ങളൊക്കെ എങ്ങനെയുള്ള വിശ്വാസികളാ? ഞാൻ പറയത്തില്ല കേട്ടോ. നമ്മളൊക്കെ, എന്നെ കൂടി കൂട്ടിക്കോ, നമ്മളൊക്കെ എങ്ങനെയുള്ള വിശ്വാസികളാ? അധരവ്യായാമം നടത്തുന്നവർ അധരവ്യായാമം, വേറെ ഒന്നും ചെയ്യത്തില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും, ദൈവമേ തരല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, സ്വന്തം മകന് സ്വർഗീയ പിതാവ് കൊടുത്തത് എന്തുട്ടാ? കുരിശുമരണം. സ്വന്തം മകനെ നിങ്ങൾക്കാ തരാതിരിക്കോ? അപ്പൊ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ കൈ പൊക്കണില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷെ നിന്നെ കാക്കാൻ നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടാകും. വലുതായി ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ കരയണോ വേണ്ട. പക്ഷെ നിങ്ങൾ കരയില്ലേ? നാളെ തൊട്ട് കരയില്ല. കാണാം. ഞങ്ങളുടെ വീട്ടിൽ ചെല്ല്, നിലവിളിയാക്കാം കേട്ടോ. ജീവിതത്തിൽ കരയരുത്. ഞാൻ പറയാം, ക്രിസ്ത്യാനിയിൽ കരയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞോ, പക്ഷെ മനുഷ്യൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ കരയരുത്. ചിരിച്ചോളാം. എത്ര വലിയ പ്രതിസന്ധി. നിങ്ങൾ ഈ കുരിശിൻ ചോട്ടിലെ മാതാവിനെ കണ്ടുണ്ടോ? എവിടെയെങ്കിലും അവിടെ മാതാവ് നിലവിളിച്ച് കരഞ്ഞെന്ന് കേട്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പലപ്പോഴും കുരിശിൻ്റെ ചോട്ടിൽ നോക്കാറുണ്ടെന്നറിയോ മാതാവിനെ. സ്വന്തം മകൻ അവിടെ അടിക്കപ്പെട്ടപ്പോഴും മൂന്നാണികളിൽ തൂക്കപ്പെട്ടപ്പോഴും
അവനെ എല്ലാവരും പരിഹസിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും മാറി നിന്ന് അവനെ പരിഹസിച്ചപ്പോഴും അവനെ തല്ലിയപ്പോഴും അവൻ്റെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി ആണിപ്പഴുതുകൾ അടിച്ചു നീട്ടി ചുറ്റിക കൊണ്ട് അവൻ അടിച്ചപ്പോഴും ഒത്തിരിയേറെ പേര് കാർക്കിച്ചു തുപ്പിയപ്പോഴും സ്വന്തം മകനെ പലപ്പോഴായിട്ട് തള്ളിയിട്ടപ്പോഴും മുട്ടിൽ നിന്നും ശരീരത്തിൽ നിന്നും ചോര അടർന്നു വീണപ്പോഴും അമ്മ കരഞ്ഞില്ല. അമ്മ ഇതിങ്ങനെ നിന്നു. സ്വന്തം മകൻ്റെ എല്ലാ പീഡാസഹനങ്ങളും ഓർത്ത് അമ്മ ഇങ്ങനെ നിന്നു. കാരണം എന്നറിയോ, അമ്മക്കറിയില്ല, അമ്മയ്ക്കറിയായിരുന്നു എൻ്റെ മകൻ ഇതിലൂടെയൊക്കെ പോണോന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ചിന്തിക്ക്, എൻ്റെ ദൈവമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവം എന്നെ നോക്കിക്കൊള്ളും. ജോബിൻ്റെ പുസ്തകം ഉണ്ടോ നിങ്ങൾക്ക്? ജോബിൻ്റെ പുസ്തകം ഉണ്ടോ? ഇല്ല, ഉണ്ട്. മുത്തേ ഉണ്ടോ? മുത്ത് വായിച്ചേ. ജോബ് 5:18. ജോബ് 5:18. അവൻ മുറിവേൽപ്പിക്കുകയും വെച്ചുകെട്ടുകയും ചെയ്യും. തലോടലാണല്ലോ. ഉച്ചത്തി വായിക്കേ. അവൻ മുറിവേൽപ്പിക്കുകയും വെച്ചുകെട്ടുകയും ചെയ്യുന്നു. അവൻ താടിക്കുകയും താടിക്കുകയും വായിക്കേ, ഞാൻ വായിച്ചോളാം. താടിക്കുകയും തൃക്കൈ തന്നെ സൗഖ്യമാക്കുകയും ചെയ്യും. ഞാൻ അത് POS ബൈബിൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ സുന്ദരമാണ്. അവിടുന്ന് നിങ്ങളെ മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം നിങ്ങളെ സുഖപ്പെടുത്തും. ഒന്നുകൂടി ആ വചനം പറഞ്ഞേ. അവിടുന്ന് നിങ്ങളെ മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് നിങ്ങളെ പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം നിങ്ങളെ സുഖപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനറിയോ, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടരുത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ജീവിതത്തിലൊരു സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം, അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ക്രിസ്ത്യാനികൾ ഭയപ്പെടോ? ദൈവം കൂടെയുള്ള മനുഷ്യൻ ഭയപ്പെടോ? ദൈവം കൂടെയുള്ള മനുഷ്യന്മാർ ഭയപ്പെടോ? ഉച്ചത്തി പറ. നിങ്ങൾക്ക് ഭയമുണ്ടോ? എന്നാ തള്ളിയേ പോയി കർത്താവേ, ഇതുപോലെയൊക്കെ തള്ളാൻ എന്നാ കുഴപ്പമില്ല, അവിടെ നല്ല ഉറച്ച ഭിത്തിയായതുകൊണ്ട് എവിടെയായാലും ഇവിടെ കിടന്നോളൂ. കാരണം കർത്താവ് ഇവിടെ കിടക്കണ്ടല്ലോ എന്ന് ഓർത്തോട്ടെ എനിക്കൊരു സങ്കടം കേട്ടോ. ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? അപ്പൊ ദൈവം ഉണ്ടോ കൂടെ? തേങ്ങയുണ്ട്. ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ദൈവമില്ല കേട്ടോ. ടെൻഷൻ അടിക്കണ്ടെങ്കിൽ ദൈവമില്ല. സങ്കടം വരുമ്പോൾ ദൈവമുണ്ട്. മതി. അങ്ങനെ വിശ്വസിക്കുന്നവനാണെങ്കിൽ ദൈവമുണ്ട്. ഞാൻ ഈ അബ്രാഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാണുന്നറിയോ, സ്വന്തം മകനെ പോലും ദൈവം ചോദിച്ചപ്പോഴും സ്വന്തം മകൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ അബ്രഹാം പറഞ്ഞൊരു ഉത്തരവുണ്ട്. എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ മോറിയ മല കയറിപ്പോണ സമയത്ത് സ്വന്തം മകൻ ചോദിക്കുന്നുണ്ട് അപ്പനോട്, അപ്പാ എൻ്റെ പൊന്നപ്പ ഒന്ന് പറ, വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള. കുഞ്ഞാടെവിടെയാ? അപ്പൻ്റെ ചങ്കെവിടെയാ? കുറച്ചു നേരത്തിനുള്ളിൽ സ്വന്തം മകനെ കൊല്ലണമെന്ന് അബ്രാഹത്തിനറിയാം, അപ്പനറിയാം. പക്ഷെ അപ്പോഴും അബ്രാഹം എന്ന മനുഷ്യൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ ഒറ്റ ഡയലോഗാ, പൊന്നുമോനെ ദൈവം തരും, ദൈവം തരും, ദൈവം തരും. ഏത് പ്രതിസന്ധിയിലും ദൈവം തരും എന്ന് ചിന്തിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നീ രക്ഷിക്കപ്പെട്ടിരിക്കും. പക്ഷെ നമ്മൾ പറയോ, നമ്മൾക്ക് ക്യാൻസർ വരുമ്പോൾ ചിന്തിച്ചു ഇനി എങ്ങനെ രക്ഷപ്പെടാനാ? എടവൈ നിനക്ക് നമ്മുടെ നാട്ടിലെ പണ്ട് നമ്മുടെ പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, വായ തന്ന തമ്പുരാനറിയാം. എന്നെക്കാളും ന്യൂജനാണോ നിങ്ങൾ?
വായ തന്ന തമ്പുരാനറിയാം ഇരയെ തരാനൊന്ന്, ഇരയെ തിന്നാൻ തരാനൊന്ന്. നിന്റെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ചിന്തിച്ചോളാം, ആ പ്രശ്നം തന്ന തമ്പുരാനറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന്. കേട്ടോ കേട്ടോ ഞങ്ങൾ ഈ ദുഃഖ വെള്ളിയാഴ്ച പാടുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കേട്ടോ, ഞാൻ എപ്പോഴും പറയാറുള്ള കുരിശാണ്. ആ പാട്ടിങ്ങനെയാ, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഒന്ന് പാടിയേ, കുരിശാണു രക്ഷ. ഒന്നുകൂടി പാടിയേ, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ. ഒന്നുകൂടി, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടും. നിങ്ങൾ ഓർക്കണം, അങ്ങനെ ആ കുരിശുകൾ മുഴുവൻ ജീവിതത്തിലെടുത്തൊരു സ്ത്രീയുടെ തിരുനാളാ നിങ്ങൾ കൊണ്ടാടാൻ പോണം. കേട്ടോ, ഈ പരിശുദ്ധമ്മേനെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ധ്യാനിക്കണം, നല്ലതാ. അത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചൊരു സ്ത്രീയാ. സ്വസ്ഥത ഉണ്ടായോ? ഇല്ല. പക്ഷെ അവൾ കരഞ്ഞില്ല, വേദനിച്ചില്ല, ആകുലപ്പെട്ടില്ല, ആരോടും പോയി പരിഭവം പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. എവിടെയെങ്കിലും ഔസപിതാവിനോട് പോയി സങ്കടം പറയണ്ടോ? എന്നാലും ഈ കൊച്ചിനെ തന്നല്ലോ ചോദിച്ചാ? ഇല്ല. പ്രസവിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടിയില്ല, കുറ്റം പറഞ്ഞോ? നിങ്ങളായിരുന്നെങ്കിലോ? ഓ, എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, അങ്ങനെ തന്നില്ല, സാരി തന്നില്ല. നമുക്ക് തരാത്തതിനെ ഓർത്ത പരിഭവങ്ങള്. പക്ഷെ പരിശുദ്ധമ്മ പരിഭവപ്പെട്ടില്ല, കുറ്റം പറഞ്ഞില്ല, സങ്കടപ്പെട്ടില്ല, വിഷമിച്ചില്ല. ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ ദൈവം എന്താണോ കൊടുത്തേ അതിനെ ഓർത്ത് ജീവിച്ചു, സന്തോഷത്തോടെ ജീവിച്ചു. ഇനി ചിന്തിച്ചോക്കെ, ഈ പ്രസവിച്ച് കിടക്കണ ഒരു അമ്മയുടെ വേദന. എടവേ ഈ പൊക്കിൽ കൂടി ബന്ധം വേർപ്പെടുത്താൻ വേണമെങ്കിൽ ഒരാൾ വേണ്ടേ? അതുപോലും ഇല്ല. ഈ വയറിന് ഒടുക്കത്തെ വേദനയായിരിക്കും. ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ഒടുക്കത്തെ വേദനയായിരിക്കും. ഒരു കൊച്ചിനെ തള്ളി പുറത്തിടണമെന്ന് പറഞ്ഞാൽ സിസേറിയനൊന്നല്ലല്ലോ. ഇതെങ്ങനെ തള്ളും? നിങ്ങൾ ആ വേദന ഒന്ന് സഹിച്ചു നോക്കിയേ. നിങ്ങൾ സഹിച്ചിട്ടുണ്ട്, നിങ്ങളോടാ ഞാൻ പറഞ്ഞറിയാം. ഇവർക്കറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ചുറ്റും നിൽക്കുന്ന 2-3 ഡോക്ടർമാര്, 2-3 നഴ്സുമാര് കയ്യും തലയും കാലും കോക്ക പിടിച്ച് തള്ളി പുറത്തിട്ടപ്പോഴും ഒരെണ്ണം വന്നേ ഇതുപോലെ ഇരിക്കണവരാണ്. അവിടെ തള്ളാൻ ആരുണ്ടായില്ല, പിടിക്കാൻ ആരുണ്ടായില്ല, ചേർത്ത് പിടിച്ച് കണ്ണീരൊന്നും ഒപ്പിക്കൊടുക്കാൻ ആരുണ്ടായില്ല, മോളെ പോട്ടടി എന്ന് പറയാൻ ആരുണ്ടായില്ല. അത് കിടന്നത് വക്യോലിന്റെ മണമുള്ള ചാണകത്തിന്റെ മണടിക്കുന്ന ഒരു വക്യോൽ കൂനയില. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒന്നും കിട്ടിയിട്ടില്ല അതിന്. പക്ഷെ അവന്ന് നമ്മുടെ മുമ്പിൽ നിൽക്ക സഹരക്ഷക എന്ന പദവി സ്വീകരിച്ചോണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒന്നും കിട്ടിയിട്ടില്ല അതിന്, ഒന്നും. ഒരു പ്രസവിക്കാൻ പോണ ഒരു സ്ത്രീക്ക് കിട്ടണ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നല്ല തുണി കിട്ടണോ എന്ന് പോലും എനിക്ക് സംശയ. മുട്ടിയ വാതിലുകളൊക്കെ അടയ്ക്കപ്പെട്ടു. എവിടെയും തിരസ്കരണമായിരുന്നു, എവിടെയും വേദനയായിരുന്നു, എവിടെയും സങ്കടമായിരുന്നു. നീ ചിന്തിച്ചോക്ക്, കൊച്ചിനെ ജനിച്ചു കഴിഞ്ഞിട്ടോ ഓരോ ദിവസവും യാത്രയാ, എടുത്തോണ്ടോട്. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ഒരു കൊച്ചങ്കാരൻ ജനിച്ചാ ഇവിടെ 1 വർഷം വരെ റെസ്റ്റ് എടുക്കണവരുണ്ട്. കട്ടിലെ പോകത്തില്ലട്ടോ. കട്ടിലെ പോകത്ത് കൊച്ചിനെ പ്രസവിച്ച പിറ്റേ ദിവസം തൊട്ട് ഉരുളൂത്താൻ പോവും. പോ, ആ വേദന തീരാൻ കിടക്കും 2 വർഷം. കുനിയുമ്പോഴേക്കും വേദനയാ. പണ്ടൊക്കെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്, ഉരുളി കൊത്തിപ്പഴ നിന്നെ പ്രസവിച്ചിട്ടേന്ന്. അതെങ്ങനെ പോയി നിൽക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇന്നോ 10 പേരാ ചുറ്റിനും പ്രസവിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടോ?
ഇതൊക്കെ വേണമെങ്കിൽ അമ്മയ്ക്ക് നടക്കായിരുന്നു, പക്ഷെ അമ്മ നടന്നില്ല കേട്ടാ. അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല ആരും അങ്ങനെ. ഔസപിതാവിന് എന്തറിയാം, മരപ്പണിക്കാരനാ, എടുത്തോണ്ട് കഴുതപ്പുറത്ത് കയറ്റി നടത്തിക്ക. വെയില്, മഴ, പ്രശ്നം എല്ലാം. ഈജിപ്തിലേക്ക് ഓടാ, എവിടേക്കൊക്കെ ഓടിയിട്ട് എൻ്റെ ജീവിതം തീരണ്ട. നിങ്ങൾ ചിന്തിച്ചോക്ക്. അവസാനം അത് വളർന്നിട്ടാണെങ്കിലാ കാണാൻ ചെല്ലുമ്പോൾ പറയും പുറത്തേക്ക് അടുത്തൊക്കെ ഡയലോഗ് കാച്ചും. ഒരിക്കല് ദേവാലയത്തിൽ നഷ്ടപ്പെട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗൊന്നിട്ട, ഈശോ പറഞ്ഞ ഡയലോഗൊന്നിട്ട, സ്ത്രീയെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഞാനാണെങ്കിൽ കൊടുത്തന്നെ ഇടണം. ചെറിയ വായിലെ വലിയ ഡയലോഗ് കാച്ചണു. ഇതൊക്കെ കേട്ടിക്കണ്ട് വന്നൊരു സ്ത്രീ അത് ഇതുപോലെ സഹിച്ച് പെറ്റിട്ട് വളർത്തിയിട്ട് പറഞ്ഞ ഡയലോഗാ സ്ത്രീയേന്ന് അമ്മേനെ കയറി. കർത്താവേ, നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇതൊക്കെ കേൾക്കേണ്ടി വന്നു ആ പെണ്ണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നു. എന്നിട്ടാ അതൊക്കെ ചങ്കിൽ കൊണ്ടോണ്ട് ജീവിച്ചേ. അതുകൊണ്ട് മാതാവ് ഹൃദയത്തിൽ സ്വീകരിച്ചവളായിരുന്നു ഇതെല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും. ഇനി വളർന്നിട്ടാണെങ്കിലോ അതിന് സ്വസ്ഥത കൊടുത്തണ്ടോ? അത് വേശ്യകളുടെ കൂടെ അടക്കാ ഈശോ, വേശ്യകളെ നന്നാക്കാൻ ചുങ്കക്കാരുടെ കൂടെ അടക്കാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, സ്വന്തം മകൻ ഏതെങ്കിലും വേശ്യയുടെ കൂടെ അടക്കുമ്പോൾ നാട്ടുകാർ പറയും നിന്റെ തർക്കനം തേടി ആ പെണ്ണിൻ്റെ കൂടെ കാര്യം. നിങ്ങൾ പറയോ അത് അവളെ നന്നാക്കാൻ പോയതാ? പറയോ? തേങ്ങ പറയും. ഇതൊക്കെ കേൾക്കേണ്ടി വന്നവളവള്. സ്വന്തം മകൻ ജനിച്ചപ്പോ തൊട്ട് അവന്റെ ഉദരത്തിൽ വന്നപ്പോ തൊട്ട് നിങ്ങൾ ചിന്തിച്ചോക്ക്, പരിശുദ്ധാത്മാവിനാലെ ഗർഭവതിയായി എന്ന് ആര് വിശ്വസിക്കാൻ? അന്ധകാലത്ത് ജീവിതം മുഴുവൻ സഹിച്ച് കാൽവരിയാഗത്തിൽ അവസാനം ഗാഗുൽത്താമഴയില് തൻ്റെ മകൻ മരിച്ചു കിടക്കണ വരെ ജീവിതം മുഴുവൻ സഹനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയുടെ ജനനത്തിന് നാള് കൊണ്ടാടുമ്പോ എൻ്റെ കട്ടിലപൂർവം സഭയിലെ നിവാസികളെ ഒറ്റ കാര്യം അച്ഛന് പറയാനുള്ളൂ. ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം നീ കാണിച്ചാൽ നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ടാവും. വളരെ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നീ പേടിച്ചോടാനാണ് വിധിയെങ്കിൽ നീ എവിടെ എത്തില്ല. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, യേശുവിൻ്റെ പിന്നാലെ ഞാൻ. അറിയോ നിങ്ങൾ? ഞാൻ വന്നപ്പോൾ ഒരു പാടുപാട്ടിയിൽ എന്നിട്ട് അത് ദൈവം വാക്ക് മാറ്റാത്തവനാ. എന്നിട്ട് യേശു എൻ്റെ യേശു വാക്ക് മാറാത്ത ആ വരി മാത്രമേ അതിനുള്ളൂ. അത് കുറേ വരി ഉണ്ടോ? ഞാൻ നോക്കുമ്പോൾ ഇവരിത് മാത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യേശു വാക്ക് മാറാത്തവൻ, യേശു വാക്ക് മാറാത്തവൻ. ഞാൻ കുറേ നേരം ഇത് മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ. പക്ഷെ ആ വരി മാത്രം മതി ജീവിക്കാൻ നമുക്ക്, ശരിയല്ലേ? ഒറ്റ വരി മതി. ഈ ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എല്ലാവരും വാക്ക് മാറുന്നവരാ, ജീവിത പങ്കാളി വരെ അല്ലേ? കല്യാണം കഴിച്ചവർ പറയുക, കെട്ടാത്ത ഞാൻ എന്ത് പറയാനാണ്? കേട്ടോ, മക്കള് വാക്ക് പാലിക്കുന്നവരാണോ? അല്ല. എല്ലാവരും വാക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് തന്നെയാണ് വാക്ക് മാറാത്തവനായിട്ടുള്ളൂ. കേട്ടോ, അല്ലേ? ഞാനിവിടെ എല്ലാ വർഷം വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കഴിഞ്ഞ 30 വർഷം ചോദിച്ചതാ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവര് കഴിഞ്ഞ ഈ വർഷം ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയിപ്പോൾ എൻ്റെ പൊന്നടവേ ഈ ചോദ്യം ഞാൻ പിന്നെയും ചോദിച്ചു, അറിയാണ്ട് ചോദിച്ചു. ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ത്രീകളൊക്കെ പൊക്കണ കണ്ടു കേട്ടോ. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ മാത്രം സ്ത്രീകളുടെ ഭാഗത്തേക്കൊരു നോട്ടം. ഞാൻ വിചാരിച്ചു, ഈ ഞരമ്പ് രോഗി എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വേറെ ഒരിടത്തും പോയി ഇരിക്കാൻ പാടില്ലേ? അപ്പോഴേ പള്ളി കൈ ഇങ്ങനെ പൊക്കണില്ല ഇങ്ങനെ. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇത് പൊക്കണ്ടോ പൊക്കണില്ലേ? എനിക്കറിയണം. എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാലോ. ചോദ്യം ചോദിക്കും, ഞാൻ പറഞ്ഞ ചേട്ടൻ എഴുന്നേറ്റു. എൻ്റെ ചേട്ടൻ എന്താ സ്വർഗത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ചേച്ചിമാരുടെ ഭാഗത്തേക്ക് നോക്കണേ. ഇപ്പം ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗ് എന്നറിയോ? അച്ചോ, അവള് പോണ്ടെങ്കിൽ ഞാൻ പോണില്ല, അവള് പോണില്ലേ ഞാൻ പോവും. അവള് പൊക്കണ്ടെന്ന് നോക്കണതച്ചാ ഞാൻ. അവള് പൊക്കിയില്ലെങ്കിൽ ഞാൻ പൊക്കൊച്ചാ.
അവൾ പൊക്കിയ ജന്മത്ത് ഞാൻ പൊക്കൂല. എനിക്ക് 2 സ്ഥലത്തും നരകം വേണ്ട. ഒരു സ്ഥലത്ത് മതി നരകം. ഇവിടെയും നരകമായി, ഞാൻ അവിടെയും കൂടി നരകമാക്കള്ള. ഞാൻ നരകത്തിൽ പോയാലും സ്വർഗത്തിലെ പോലെ ജീവിച്ചോളാം, അവൾ വരാതിരുന്നാൽ മതി. ഈ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാ. നിങ്ങൾ ചിന്തിച്ചോക്ക്. ഞാൻ എന്താ പറഞ്ഞതറിയോ? എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒത്തിരി വേദനകളുണ്ട് കേട്ടോ, ഒത്തിരി വേദനകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്കെ, യേശുവും ശിഷ്യന്മാരും കടലിലൂടെ സഞ്ചരിക്കുക. വചനം പറഞ്ഞുതരാം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലുണ്ട്, 23 മുതൽ 27 വരെ. നിങ്ങൾ ചിന്തിച്ചോക്കെ, വീട്ടിൽ പോയി വായിച്ചത്, സമയമില്ല. ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ സഞ്ചരിക്കുന്ന ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കടൽ തിരമാലകൾ ആഞ്ഞടിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഈശോ ആ വഞ്ചിയിലുണ്ട്, എന്നിട്ടും തിരമാലകൾ അടിച്ചില്ലേ? അടിച്ചു. കടൽ ആർത്തിരുമ്പിയില്ലേ? ഇരുമ്പി. കടൽ പ്രക്ഷോഭിച്ചില്ലേ? ക്ഷോഭിച്ചു. ഇതൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ ചിന്തിക്കും, ദൈവം ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ഒക്കെ ഉണ്ടാവും. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനാ. എല്ലാ വർഷവും ദൈവത്തെ ഓർക്കാൻ തരും കൃത്യമായിട്ട് തന്നെ. ഞാൻ പറയണേ, ഈ ജീവിതത്തിലുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നീ ഓർത്തോളാം, ആ വഞ്ചിയിൽ സഞ്ചരിച്ച് നിങ്ങൾ ഓർത്തോക്ക്, ശിഷ്യന്മാരും യേശുവും കൂടി സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ കടലിരുമ്പിയാലും, കടൽ തിരകൾ ആഞ്ഞടിച്ചാലും, കടൽ ശോഭിച്ചാലും എത്തേണ്ടവര് അക്കരെ എത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അത്രേ ഉള്ളൂ. ദൈവം ഉണ്ടേ നീ എത്തിയിട്ടുണ്ടാവും. ഏത് പ്രതിസന്ധിയിൽ എത്തിയിട്ടുണ്ടാവും, ഏത് സങ്കടത്തെ നീ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, ഏത് പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ കൂടെ നീ നടത്തിയിട്ടുണ്ടാവും. കേട്ടോ? അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ അടുത്തിരുന്നാൽ മതി. സങ്കടങ്ങൾ വരുത്തിക്കുമ്പോൾ അതിലെ നമ്മൾ നേരത്തെ പാടണം, ഓർത്ത പാട്ട്, കഷ്ടങ്ങൾ സാരമില്ല, തേങ്ങ നിർത്ത്, കണ്ണുനീർ സാരമില്ല. കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സാരില്ല ഏട്ടാ പറയോ. അടുത്ത പരിപാടിയേ നിത്യ തേജസ്സിൻ ഖനം. നല്ല കനം ഓർത്തിടുമ്പോൾ കറക്റ്റാ. പറ്റുമോ? ചെവിയുള്ളവൻ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ, ചെവി ഉണ്ടാവട്ടെ കേക്കട്ടെ എന്നല്ല, ഉണ്ടാവട്ടെ കേട്ടോ. ഒറ്റ കാര്യം പറഞ്ഞടച്ച് നിർത്താ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരുണ്ടാ? നിനക്കില്ലെന്ന് എനിക്കറിയാം. ഇതുങ്ങളെ എവിടെ നിന്നാ കൊണ്ടുവന്നേ 2 പക്ഷെ ഇവന്മാർ സൂപ്പറാട്ടോ. ഇവന്മാരിതൊക്കെ ഈ പ്രായത്തിൽ ഇവന്മാരിത് കേൾക്കണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. വേറെ കുറെ കാരണങ്ങളിൽ ഇപ്പം ഉണ്ട്. എന്തിനാണ്? എന്തെങ്കിലും ആവട്ടെ. ഞാൻ കാര്യമായിട്ട് ഇവന്മാർ ഈ ഫ്രണ്ടിൽ വന്നിരുന്ന ഇവന് എത്ര വയസ്സായി? ഉറപ്പാണോ? 5? നിനക്കോ? 8? 5, 8 എല്ലാം ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് ഒക്കെ നോക്കിയിരിപ്പുണ്ട്. ഈ സാധനം അതിന് കൈപൊക്കുണ്ട്, എല്ലാത്തിനും പൊക്കുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം എന്നറിയോ, ഇവന്മാർ ഇത്രയൊക്കെ പറയണ്ടല്ലോ ഇതൊക്കെ അല്ലേ. എനിക്ക് ഒറ്റ കാര്യം പറയണോ, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് പോലും പ്രശ്നങ്ങളില്ലാത്തില്ല. പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ട് അച്ഛൻ ഇന്ന് പറയണേ, 1-ാമത്തെ ദിവസം ഈ സെപ്റ്റംബർ 1-ാം തീയതി മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് ഒരുക്കമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. അച്ഛൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ പ്രശ്നങ്ങളുടെ നടുവിലൂടെ നീ ഒത്തിരി തേങ്ങിക്കറിയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴും ജിനുവച്ചൻ പറയാ, മക്കളെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലൊരു സ്ത്രീനെ കണ്ടുമുട്ടും, ഹാഗാർ. അതുകൊണ്ട് പറഞ്ഞ അച്ഛൻ നിർത്താ, സമയമായി. ഹാഗാർ അറിയോ? ആരുടെ തോഴിയായിരുന്നു? അങ്ങോട്ട് പറയങ്ങട് ചേട്ടന്മാര് ഹാഗാറിനെ കുറിച്ച്. ഹാഗാർ അപ്പുറത്തെ അയൽവക്കത്തെ ചേച്ചി, അത്രയും കേട്ടാ മതി കേട്ടാ. ഞാൻ കാര്യം സാറയുടെ അടിമയായിരുന്നു ഹാഗാർ. അബ്രാഹത്തിനും സാറയ്ക്ക് ഒരു കൊച്ചില്ലാതിരുന്നപ്പോ ഹാഗാറിനെ ഈ സാറ വിട്ടുകൊടുക്ക അടിമപ്പെണ്ണിനെ അബ്രാഹത്തിന്.
വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കണേ? അബ്രഹാം സാറയെ ഹാഗാറിനെ പ്രാപിക്കുക, ഒരു കുഞ്ഞ് ജനിക്കുക ഉദരത്തില്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോ സാറയും ഹാഗാർ അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞിട്ട് ഹാഗാർ ചിന്തിക്കുക, ഇനി എനിക്ക് ജീവിക്കണ്ട, മരിച്ചാതി. അവൾ മരുഭൂമിയിലേക്ക് ഓടാ. മരുഭൂമി, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം തിരുവചനം വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചോ. ഹാഗാർ ചിന്തിച്ചു, എനിക്ക് ജീവിക്കണ്ട, മരിച്ചാതി എന്ന് പറഞ്ഞിട്ട് അവൾ മരുഭൂമിയിലേക്ക് ഓടണേ. എല്ലാത്തിനെയും ഉപേക്ഷിച്ച് അവൾ മരുഭൂമിയിലേക്ക് ഓടുമ്പോ ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി 16:7, സാറയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? ഒറ്റ ഡയലോഗ് പറയണേ, പോടി, തിരിച്ചു പോടി, കർത്താവിൻ്റെ അടുത്തേക്ക് പോടി. ഹാഗാർ തിരിച്ചു പോവാ. പിന്നെ പറയണൊരു ജീവിതമുണ്ട് അവളെക്കുറിച്ച്. പിന്നെ അവൾ കരഞ്ഞിട്ടില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളതിന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും. എന്നിട്ട് ബൈബിളിൽ, ഞങ്ങളുടെ POC ബൈബിളിൽ അത് സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ അത് 2-3 കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഓർത്ത് നോക്കിയേ, എന്ത് പേരാ കൊടുത്തേ ഹാഗാറിൻ്റെ പുത്രന്? ഇസ്മായേൽ. കേട്ടോ, ഒരു സുന്ദരമായൊരു വചനമുണ്ട്, തനിക്ക് ദർശനം നൽകിയ ദൈവത്തെ. നിങ്ങൾ പറ്റുമെങ്കിൽ POC ബൈബിളിൽ ഒന്ന് പോയി നോക്കിക്കോ. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് POC ബൈബിളിൽ. എന്താ പറഞ്ഞതറിയോ? തനിക്ക് ദർശനം നൽകിയ ദൈവത്തെ, തന്നെ നിലവിളി കേട്ട ദൈവത്തെ, തൻ്റെ ജീവൻ തിരിച്ചെന്ന ദൈവത്തെ, തന്നെ മാടി വിളിച്ച ദൈവത്തെ, തന്നെ ചേർത്ത് പിടിച്ച ദൈവത്തെ, തന്നെ ഉപേക്ഷിക്കാത്ത ദൈവത്തെ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ദൈവത്തെ ഹാഗാർ വിളിച്ചൊരു പേരുണ്ട്, ഏൽ റോയ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ള ദൈവം. നിങ്ങൾ മരിച്ചാതിന്ന് ചിന്തിക്കും, മറ്റുള്ളവരെ തള്ളിക്കളയും, ഉപേക്ഷിക്കും, മാറ്റി നിർത്തും, കളിയാക്കും, നിങ്ങളെ കുറ്റം പറയും. നീ ചിന്തിച്ചോളാം, നിന്റെ കൂടെ ഹാഗാറിന് ജീവൻ തിരിച്ചു കൊടുത്ത ദൈവം കൂടെയുണ്ട്. ആ ദൈവം കൂടെയുള്ളപ്പോൾ കരയരുത്, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്. മക്കളെ, ദൈവമുണ്ട് കൂടെ. കേട്ടോ? ഇത് വിശ്വസിക്കുന്നത് വലതറി ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദത്തോടെ പറഞ്ഞേ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എനിക്ക് സങ്കടങ്ങൾ വന്നാൽ കറിയോ? അവിടെ ഒക്കെ പോയി. പ്രശ്നങ്ങൾ വന്നാൽ പരിഭവപ്പെടോ? ടെൻഷൻ അടിക്കോ? ഭയപ്പെടോ? ഇനി പാടിക്കോ. കഷ്ടങ്ങൾ സാരമില്ല, പാട്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ ഞൊടി നേരത്തേക്കുള്ള സാരമില്ല കേട്ടോ, ഒന്നും സാരമില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഇത് തമ്പുരാനറിയാം ഈ കാര്യത്തെ നിയന്ത്രിക്കാനും കൊണ്ടെടുക്കാനും. കേട്ടോ, പഴമക്കാർ പറയുന്ന ഒരു കാര്യം, പഴഞ്ചൊല്ലും കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്തുക. എൻ്റെ അപ്പൻ എപ്പോഴും പറയും, തമ്പുരാനിങ്ങനെ വളയ്ക്കും, പക്ഷേ ഒടിക്കില്ല. കേട്ടോ, ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, സങ്കടം വരുമ്പോൾ ചിന്തിക്ക്, ഇത് തമ്പുരാന് അറിയാം, നോക്കിക്കോളും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇത് നിങ്ങളുടെ വീട്ടിലൊരു കടബാധ്യത ഉണ്ടാകുമ്പോൾ ഇത് അറിയാത്തൊരു പൊട്ടനാണ് മോളിരിക്കണേ? ആണോ? അല്ല. നിങ്ങൾ പറയണ്ട, അറിയാം. പക്ഷെ അതിനുള്ള വഴി തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. ആ തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കും. കേട്ടോ? സൈഡിലുള്ളവർക്ക് ഷെയ്ക്കാനോടുത്ത് ലോകത്തോളം എല്ലാത്തും കൊടുക്കല്ലേ, ഒരെണ്ണത്തിന് കൊടുക്ക്. കൈ പിടിക്കാൻ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ പറയും. നിങ്ങൾ 3 പേര് പിടിച്ചു, എവിടെയെങ്കിലും പിടിക്ക്. കൈ പിടിച്ചോ? അയാളുടെ മുഖത്തേക്ക് നോക്ക്. അയാളുടെ മുഖത്തുണ്ടാകും. നോക്കൂ, എന്നെ നോക്കണ്ട, അയാളെ നോക്കാൻ. ഒന്ന് ചിരിക്ക്. ഈ അപ്പച്ച എന്നെ നോക്കിയിരിക്കണെന്തേ?
ആ ചേട്ടൻ്റെ കൈക്ക് പിടിച്ചോ. എൻ്റെ അപ്പച്ചനെ ഇപ്പുറത്തും നോക്കട്ടോ. അതിങ്ങനെ എല്ലപ്പോഴും ഞാൻ കൈ പിടിച്ചിട്ട് അയാളോട് പറഞ്ഞേ, വേദനകൾ ഉണ്ടാകുമ്പോൾ ഉച്ചത്തിൽ പറ, വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, ടെൻഷൻ അടിക്കരുത്, ഭയപ്പെടരുത്. ദൈവമുണ്ട് നിന്നെ സഹായിക്കാൻ. ദൈവമുണ്ട് നിന്നെ സഹായിക്കാൻ. നിന്റെ കുറവും നിന്റെ പോരായ്മയും ദൈവം മാറ്റിത്തരും. വിഷമിക്കാതെ, സങ്കടപ്പെടാതെ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോ. മുന്നോട്ട് പോ. മുഖത്തേക്ക് പറ, മുന്നോട്ട് പോ. നന്നായി പ്രാർത്ഥിക്ക്, വചനം വായിക്ക്. ആ കൈ പിടിച്ചിട്ട്, പിടിച്ചാളുടെ കൈ പിടിച്ചിട്ട് പൊക്കി. ആ പിടിച്ചാളുടെ പൊക്കി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറയാൻ. ഒന്നുകൂടി വിട്ടോ. മതി. ഇത്രയും നേരം കേട്ടതിനും ജീവിതത്തിൽ സഹിക്കാനുള്ള ത്രാണി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രവിച്ചതിനും ചിരിച്ചതിനും വിളിച്ചതിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് ജിയോച്ചനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. ധ്യാനം ഇഷ്ടമായോ? ടോക്ക് ഇഷ്ടമായോ? എന്തെങ്കിലും എന്തെങ്കിലും തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പലതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.